ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച ഒരു ഇൻട്രസ്റ്റിംഗ് ടൈറ്റിലാണ്, പാറ്റേൺസ് ഓഫ് സ്നോബറി ആൻഡ് ടാക്ടിക്സ് ടു ഡീൽ വിത്ത് ദം എന്നാണ് അതിന്റെ ഇതിൽ. പാറ്റേൺസ് ഓഫ് സ്നോബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങച്ചത്തിന്റെ പാറ്റേൺസ്, അതിന് എങ്ങനെയാണ് അതിനെ നേരിടുക. ഇപ്പൊ പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മളും പൊങ്ങച്ചടിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും, ആരും പൊങ്ങച്ചടിക്കാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ ഈ ചില പൊങ്ങച്ചങ്ങൾ അരോചകമാവുമ്പോൾ അതിനെങ്ങനെ നേരിടണം. അതിനർത്ഥം ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കയറി കളിക്കുക എന്നുള്ളതല്ല. അപ്പൊ ഈ പാറ്റേൺസ് ഓഫ് സ്നോബറി ആൻഡ് ടാക്ടിക്സ് ടു ഡീൽ വിത്ത് ദം ഒരു 2011 ബാർ ക്യാമ്പില് ഞാൻ എടുത്തൊരു സെഷൻ ആയിട്ട് വളരെ ബന്ധമുണ്ട്. അത് അന്ന് ഡെക്കാൻ ഹെറാൾഡിലെ ആർട്ടിക്കിളൊക്കെ വരെ ഉണ്ടായിരുന്നു. അതായത് ഈ പാറ്റേൺസ്, അപ്പൊ ഇത് ഈ ഒരു തീം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ UST ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഭാഗമായിട്ട് ഞാൻ ഇന്റലിൽ ഒരു കോൺട്രാക്ട് എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യാൻ ചെന്നു. അപ്പൊ ഈ ഒരു കോൺട്രാക്ട് എംപ്ലോയി ആയിട്ട് വരുമ്പോൾ ഇന്റലില് ബ്ലൂ ബാഡ്ജ് ഉണ്ട്, ഗ്രീൻ ബാഡ്ജ് ഉണ്ട്. അപ്പോൾ ഒരു ഗ്രീൻ ബാഡ്ജ് ആളായിട്ട് നോക്കുമ്പോൾ അവിടുത്തെ ഓൺ സ്റ്റാഫുകൾ നമ്മളെ വളരെ ഒരു പുച്ഛത്തോടെ നോക്കുകയും, അപ്പൊ ഞാൻ അങ്ങനെ അവിടെ ഒരു SRR1 SRR2 എന്നുള്ള 2 ബിൽഡിംഗ് ആണ്. അതിലൊരു പർട്ടിക്കുലർ ബിൽഡിങ്ങിൽ നല്ല കോസി ആയിട്ടുള്ള സോഫയുണ്ട്. ഞാനിങ്ങനെ സോഫയിൽ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ കൊളീഗ്സ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന 2 പേരും എനിക്ക് അടുത്തറിയാവുന്ന 5 പേരും ആ ക്യാമ്പസിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ 2-3 പേര് അതിലൂടെ നടക്കണം കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഓക്കെ, വൈ ഇറ്റ് ഈസ് ദാറ്റ് ഓക്കെ ഡെസ്പൈറ്റ് ഡൂയിങ് ദാറ്റ് ഗ്രേറ്റ്, വൈ ഐ ആം നോട്ട് ഇൻ ദിസ് കമ്പനി എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓക്കെ, കമ്പനീസ് ജസ്റ്റിസ് ടു ദ ക്യാപിറ്റൽ മോഡൽ എന്നാണ്. അതായത് കമ്പനീസ് ഹയർ as well as companies reward those people who show natural alignment with the capital or മൂലധനത്തോടുള്ള ആ ഒരു അലൈൻമെന്റ് ആണ്. അപ്പൊ ഈ മൂലധനത്തോടുള്ള അലൈൻമെന്റ് എന്ന് എനിക്ക് ആ സമയത്ത് വരാൻ കാരണം EMS ജനകീയ വേദിയുടെ നേതാവായ VB ചെറിയാൻ, ഒരു ട്രേഡ് യൂണിയൻ ലീഡറാണ്. CITUവിൽ നിന്ന് പുള്ളി മറ്റേ പിൽക്കാലത്ത് തുടങ്ങിയ ഒരു സംഘടനയാണ്. അപ്പൊ പുള്ളിയുടെ ഒരു പ്രസ് കോൺഫറൻസിൽ ഞാൻ കാണാനിട വന്നു, ലോകം മൂലധനത്തിന്റെ മർക്കട മുഷ്ടിയിലാണെന്ന് പറഞ്ഞ പുള്ളി ഇങ്ങനെ കൈ ചുരുട്ടുന്നതാണ് കണ്ടത്. അപ്പോ ഒരു ക്യാപിറ്റൽ ഡ്രിവൺ എക്കണോമിയെ കുറിച്ചാണ് പുള്ളി അവിടെ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവരിലൊക്കെ കണ്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ വേഴ്സറ്റാലിറ്റിയെക്കാളും അവര് വർക്ക് ചെയ്യുന്ന കമ്പനിയോടുള്ള അലൈൻമെന്റ് ആണ് അവരവിടെ വരെ എത്തിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ ഇപ്പൊ എന്റെ കേസിലാണെങ്കിൽ ഓക്കെ, ഞാനൊരു ഡ്രോപ്പ് ഔട്ടാണ്. അപ്പൊ ഒരു ഇന്റല് മാതിരിയുള്ള സ്ട്രക്ചേർഡ് റിക്രൂട്ട്മെന്റ് ആൻഡ് മെന്ററിങ് പ്രോസസ് ഉള്ള ഒരു കമ്പനിയിൽ വൈ ഷുഡ് ദേ ടേക്ക് എ ഡ്രോപ്പ് ഔട്ട്? അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് കോൺട്രാക്ടർ വഴി എനിക്ക് അവിടെ പോകാൻ സാധിച്ചു. ഞാൻ അവിടെ കണ്ടു. അപ്പൊ പല ആൾക്കാരെയും കുറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നല്ല പൊട്ടൻഷ്യലുള്ള കുറെ ആൾക്കാരെ ഞാൻ റിമെമ്പർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ അവരുടെ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യാൻ പറ്റാഞ്ഞെന്ന് വെച്ചാൽ, ചിലർക്ക് ചിലപ്പോൾ കുടുംബ പ്രാരാബ്ദങ്ങളുണ്ടായിരിക്കും. അപ്പൊ നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്, ഏജ്ഡ് പാരന്റ്സ് ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ വെസ്റ്റിലോട്ട് പോയ ആൾക്കാർ നോക്കുകയാണെങ്കിലും, ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നതാണെങ്കിലും, ഇപ്പോൾ ഓസ്ട്രേലിയ അവിടെയൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും ഓക്കെ, ഈ ഒരു ഐദർ അവര് ചുറ്റുമുള്ള സഹജീവികളോടൊന്നും വലിയ മമതയില്ലാത്തവരോ, ഇനി അല്ലെങ്കിൽ ഒരു വിവരക്കേടിന്റെ പേരിലുള്ള ഒരു സ്വാർത്ഥതയാണ്. അതായത് വിവരമുള്ളവരുടെ സ്വാർത്ഥത നല്ലതാ, അത് നമുക്കും ബെനിഫിറ്റ് ചെയ്യും. അതായത് ഒരു സെൽഫ് സെൻട്രിസം ഉള്ള ആൾക്കാരും ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സെറ്റ് ഓഫ് ആൾക്കാരാണ് പൊതുവെ അറ്റ്ലീസ്റ്റ് ഇൻ 2011 അങ്ങനത്തെ ഹൈ പ്ലേസസിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്നത് കണ്ടത്. അപ്പൊ ബാക്കിയുള്ളവര് ഡെസ്പൈറ്റ് ബീയിങ് ടാലന്റഡ്, ഞാൻ അവിടെ പോകുമ്പോൾ ബാർ ക്യാമ്പിൽ പോകുമ്പോൾ നല്ല ആൾക്കാരെ കാണാം, യൂസർ ഗ്രൂപ്പിൽ പോകുമ്പോൾ നല്ല ആൾക്കാരെ കാണാം. ഞാൻ ഇവരുടെയൊക്കെ പശ്ചാത്തലം ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ജസ്റ്റിസ് ടു ദ ക്യാപിറ്റൽ മോഡലിലോട്ട് അവർക്ക് അലൈൻ ചെയ്യുന്നതിൽ നിന്ന് ചില ആൾക്കാരെ ഐഡിയോളജി ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നാണെങ്കിൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സിന്റെ മക്കളല്ലെങ്കിൽ അവരുടെ കാര്യം പോക്കാം. കാരണം എന്ന് വെച്ചാൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ ലോക്കൽ സെക്രട്ടറിയുടെ മക്കൾക്ക് ഒരു പ്രത്യേക പദവിയുണ്ട് വിത്തിൻ ദാറ്റ് കമ്മ്യൂണിസ്റ്റ് സർക്കിൾ. എന്ന സ്ഥാനത്ത് അണികള് എന്താ പറയാ, ഈ അണികളുടെ വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു കുറെ ഇതുണ്ട്. ചിലർക്ക് മതമായിരിക്കും അവരുടെ പ്രശ്നം, ചിലർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ടെണ്ടുൽക്കറിന്റെ മകൻ, അതായത് അജിത് ടെണ്ടുൽക്കർ അല്ല, എന്തോ ടെണ്ടുൽക്കറാ, അർജുൻ ടെണ്ടുൽക്കർ.
അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാളുടെ അപ്പം തന്നെയാണ്. അതായത് എല്ലാവരും പഠിച്ച അയാളുടെ അപ്പനെ കളിയാക്കി, അയാൾക്ക് ജീവിക്കാൻ പോലും പറ്റില്ല എന്ന് പറയുന്നത്. ഇപ്പൊ മഹാത്മാഗാന്ധിയുടെ മക്കള് മറ്റേ ഡ്രങ്കാർഡ്സ് ഒക്കെ ആയതാണ് മഹാത്മാഗാന്ധിയായിട്ട് കമ്പയർ ചെയ്യും. അപ്പോ പലർക്കും അവരുടെ അങ്കിളായിരിക്കും, ഒരു ബാങ്ക് മാനേജർ അങ്കിൾ ഉണ്ടാവും. അപ്പോൾ ഇവൻ അച്ഛനും അമ്മേനെ നോക്കാനോ ഒക്കെ നാട്ടിൽ നിൽക്കണായിരിക്കും. അപ്പൊ ബാങ്ക് മാനേജർ അങ്കിള് പോയി ബാംഗ്ലൂരോ ബോസ്റ്റണിലോ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് ഇവൻ വന്നിട്ട് നാട്ടിലുള്ള ആൾക്കാരുടെ തലയിലേക്ക് ഇങ്ങനെ കയറുകയാണ്. പിന്നെ ഈ വെക്കേഷന് എല്ലാ നവംബർ ആകുമ്പോൾ വിദേശത്ത് നിന്നൊക്കെ ആൾക്കാർ നാട്ടിലോട്ട് വന്ന് ഈ നാട്ടിൽ നിൽക്കുന്നവരുടെ ജീവിതം ദുർഘടമാക്കുന്നു എന്ന് ഞാൻ കണ്ടു. ഒരു സാമൂഹിക ആവശ്യം അന്ന് എനിക്ക് തോന്നി, അത് ഇന്നും ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ 2015 അപ്പൊ അങ്ങനെയാണ് ഈ എന്താ പറയാ, ഞാൻ വിദേശത്താണെന്നുള്ള പൊങ്ങച്ചം, ഞാൻ മൈക്രോസോഫ്റ്റിലാണെന്നുള്ള പൊങ്ങച്ചം, ഞാൻ മൈക്രോസോഫ്റ്റ് MVP ആണെന്നുള്ള പൊങ്ങച്ചം. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിലൊന്നും പെടാത്തവരുടെ ജീവിതം വളരെ കഷ്ടമാണ്. അപ്പൊ അങ്ങനെയാണ് പാറ്റേൺസ് ഓഫ് സ്നോബറി ടാക്ടിക്സ് ടു ഡീൽ വിത്ത് ദം എന്നുള്ള ഒരു 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 പരമ്പര, ഒരു ഞാൻ അങ്ങനത്തെ 2-3 ടോക്സ് നടത്തിയിട്ടുണ്ട് ആ സിമിലർ വെയിനിലുള്ള. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ അതിനെക്കുറിച്ചാവാം. അപ്പൊ പൊങ്ങച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ അച്ചീവ്മെന്റ് സ്നോബറി എന്ന് പറയും. അതായത് അച്ചീവ്മെന്റിന്റെ പേരിൽ ഞാൻ ഇപ്പോ മറ്റേ മൈക്രോസോഫ്റ്റിന്റെ വൈസ് പ്രസിഡന്റാ, നീ എവിടെ എത്തി? ഇനി അല്ലെങ്കിൽ എനിക്ക് 200 പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻ ദിസ് കമ്പനി, വൈ നോബഡി ഈസ് റിപ്പോർട്ടിംഗ് ടു യു. അപ്പൊ ഈ ടൈപ്പുള്ള അച്ചീവ്മെന്റ് സ്നോബറി ഉണ്ട്. പിന്നെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത ഒരു സെറ്റ് ഓഫ് സ്നോബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണ്ടർപ്രണർഷിപ്പ് സ്നോബറിയാണ്. അതായത് ഞാൻ കമ്പനി തുടങ്ങി, എന്തായാലും തുടങ്ങാറായില്ലേ, അങ്ങനെയുള്ള ഈ ഇതുണ്ട്. പിന്നെ ചിലര് ബ്രാൻഡ് വെച്ചിട്ട് പറയും, ഐ എം ഇൻ മൈക്രോസോഫ്റ്റ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോ പല രീതിയിലുള്ള സ്നോബറിക്ക് എനിക്ക് വിധേയനാവേണ്ടി വന്നിട്ടുണ്ട്. അത് മിക്കവർക്കും അത് ഉണ്ടെന്നാണ്. പക്ഷെ എൻ്റെ അടുത്ത് വന്ന് ഒരാള് അങ്ങനെ സ്നോബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വേദനിച്ചിട്ടേ പോയിട്ടുള്ളൂ. കാരണം വേദനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് കുറെ ടൂളുകളുണ്ട്. ഞാൻ ചിലപ്പോ അവനെ ആഡ് ഹോമിനം അറ്റാക്ക് ചെയ്യും, ചിലപ്പോ അവന്റെ ബോഡി ഷേമിങ് ചെയ്യും. അങ്ങനെ പല രീതിയിലുള്ള ടാക്ടിക്സും മൈൻഡ് ഗെയിമും കളിച്ചിട്ടാണ് എനിക്കിത് മറികടക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ കേരള യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജിയിൽ റിസർച്ച് നടത്തുന്ന ഒരു പുള്ളിയൊക്കെ വന്നിട്ട് ഇന്ന് ഈ സ്ലൈഡ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഒരു വേറെ വേരിയേഷൻ ലോയോള കോളേജിൽ പോയി എടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ചുറ്റുപാടുള്ള പൊങ്ങച്ചം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പൊങ്ങച്ചടിക്കാൻ വേണ്ടി വേറെ ഒന്നും വേണ്ട. അതായത് ഒരു എന്താ പറയാ, അയാൾ വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ലോകത്ത് എവിടെയെങ്കിലും അധികാരം കിട്ടിയാൽ മതി. ദാറ്റ് ക്യാൻ ബി വൺ സോഴ്സ് ഓഫ് ദിസ് തിങ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരും ഈ മലയാളം ഇപ്പൊ എന്താ പറയാ അധികം സോഷ്യൽ സ്റ്റാച്ചർ ഇല്ലാത്ത കുടുംബങ്ങളിൽ നിന്നുള്ളവരും ഒരു ഡെസ്പൈറ്റ് ബീങ് ടാലന്റഡ് ഒരു എന്താ പറയാ സെൽഫ് എസ്റ്റീം കുറവായവനുള്ള കാരണം ഈ സ്നോബറിയാണ്. അപ്പോ ഞാൻ 1-2 ആനക്ഡോട്ട്സ് ഞാൻ ഷെയർ ചെയ്തിട്ട് നമുക്ക് ഫ്ലോർ ഓപ്പൺ ചെയ്യാം. അപ്പൊ ഞാൻ കേരളത്തിലെ പല കമ്പനികളിൽ വർക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം വലിയ കമ്പനിയാണെങ്കിൽ എവരി 6 മാസം കൂടുമ്പോൾ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷനിൽ നിന്നുള്ള ഒരു എംപ്ലോയി ആ കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്യും. അപ്പൊ എങ്ങനെയോ ത്രൂ ഗ്രേപ്പ് പോയിന്റ്, ഓക്കെ ഞാൻ .NET എക്സ്പെർട്ട് ആണെന്ന് അവൻ അറിയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ദേ യൂഷ്വലി കം ആൻഡ് ആക്ച്വലി ടോക്ക് ടു മീ. അപ്പൊ ആസ് ഇഫ് ഓക്കെ ദേ ആർ ഫ്രം മൈക്രോസോഫ്റ്റ്, സോ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ദേ നോ മോർ ദാൻ മീ അബൌട്ട് മൈക്രോസോഫ്റ്റ് എന്നാണ്. അതൊരു അവരുടെ ടിപ്പിക്കൽ അവധാരണയാണ്. കാരണം ഞാൻ ഉപയോഗിച്ച ആദ്യത്തെ മൈക്രോസോഫ്റ്റിന്റെ ടൂള് 1981 ലാറ്റിസ് സോഫ്റ്റ്വെയറും ലൈഫ് ബോട്ട് അസോസിയേറ്റ്സും മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ തമ്മിൽ കൊളാബറേറ്റ് ചെയ്തുണ്ടാക്കിയ സി കമ്പൈലറാണ് എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ദാറ്റ് ഈസ് 1981. ഞാൻ 1993 ഫസ്റ്റ് മൈക്രോസോഫ്റ്റ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് അവരുടെ സി കമ്പൈലർ വിച്ച് വാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1981. അപ്പോ ഈ MS-DOS സിസ്റ്റം പ്രോഗ്രാമിങ്ങും അത് കഴിഞ്ഞിട്ട് വിൻഡോസ് പ്രോഗ്രാമിംഗ് എക്സ്റ്റെൻസീവ്ലി ചെയ്തിട്ടുള്ളത്, അവരുടെ എല്ലാ ടെക്നോളജിയും ഡയറക്ട് 3D എല്ലാത്തിലും വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും അവരുടെ .NET ടെക്നോളജി ലീനിയേജിൽ വർക്ക് ചെയ്തുകൊണ്ട് I don't think that okay even people within Microsoft will be able to match it with me when it comes to Windows technology expertise. അപ്പൊ ഇവര് വരുമ്പോ അപ്പൊ ഞാനൊരു പാറ്റേൺ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ ഇവരെ അറ്റാക്ക് ചെയ്തിരുന്നത് എങ്ങനെയാണ്, അതായത് ഇപ്പൊ ചിലരുടെ വർത്താനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അത് മൈക്രോസോഫ്റ്റിന് 5 ഡിവിഷനാണ് ഇന്ത്യയിലുള്ളത്, അതായത് 5-6. അപ്പൊ
ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മിക്ക ആൾക്കാരും അവിടെ വർക്ക് ചെയ്യുന്നത് MGSI എന്ന് പറയും, മൈക്രോസോഫ്റ്റ്. അന്ന് മൈക്രോസോഫ്റ്റ് ഗ്ലോബൽ സർവീസസിലായിരിക്കും വർക്ക് ചെയ്യുക. ഇപ്പൊ മൈക്രോസോഫ്റ്റ് ഗ്ലോബൽ സർവീസസിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തൻ മിക്കവാറും വിപ്രോയോ മൈൻട്രിയോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് സർവീസ് കമ്പനി അല്ലെ മറ്റൊരു സർവീസ് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്ത ആളായിരിക്കും. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ മൈൻഡ് സെറ്റ് ഒരു സിസ്റ്റം ഇന്റഗ്രേഷൻ മൈൻഡ് സെറ്റേ ഉണ്ടാവുള്ളൂ. ഒരു ശുഷ്കമായ ഭൗതിക നിലവാരം ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ. പിന്നെയുള്ള ഒരു ലാർജ് ആൾക്കാർ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ MSITയിലായിരിക്കും. MSIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ സർവീസസിന്റെയോ റീറ്റെയിൽ കമ്പനിയുടെയോ ക്യാപ്റ്റീവില്, ഇപ്പൊ KPMG അങ്ങനത്തെയൊക്കെ ഇവരുടെയൊക്കെ ക്യാപ്റ്റീവില് വർക്ക് ചെയ്തിട്ടുള്ള ആള് നാച്ചുറലി മൈക്രോസോഫ്റ്റ് ഇന്റേണൽ ടൂൾസ് ഔട്ട് ചെയ്ത്. ഇപ്പൊ അവരാണെങ്കിലും ഒരു പ്രൊഫഷണൽ സർവീസസ് സ്വഭാവമുള്ളവരും വളരെ ഒരു പ്രത്യേക ടൈപ്പ് ഇന്റലക്റ്റിന്റെ ഉടമകളായിരിക്കും. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ മൈക്രോസോഫ്റ്റ് അന്ന്, അതായത് GTSC ഗ്ലോബൽ ടെക്നിക്കൽ സർവീസ് സെന്ററിലായിരിക്കാം. അവർ മിക്കവാറും സിസ്റ്റം മറ്റേ കോൺഫിഗറേഷൻ അങ്ങനത്തെ ഇപ്പൊ ഡെവോപ്സ് ഒന്നും അത്രയും ബിഗ് ഇതായിട്ട് വന്നിട്ടില്ല. അപ്പൊ അതിന്റെ ആൾക്കാരായിരിക്കും. അതാണ് തേർഡ് കാറ്റഗറി. ഫോർത്ത് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ മറ്റേ എന്താ പറയാ IDC ഇന്ത്യ ഡെവലപ്മെന്റ് സെന്ററിലായിരിക്കും. അത് മിക്കവാറും IDCയിലെ മെയിൻ കാര്യങ്ങൾ ക്വാളിറ്റി അഷുറൻസ് നടക്കുന്നുണ്ട്. ഒരു ക്വാളിറ്റി അഷുറൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ ഉള്ളത് സെയിൽസിലുള്ളവരായിരിക്കും. അവർ ഡൽഹി അവിടെ ആണെങ്കിൽ അവർ മൈക്രോസോഫ്റ്റിന്റെ സെയിൽസ് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു ടെക്നോളജി ലെവലിൽ അങ്ങനെ വന്നിട്ട് അധികം സംസാരിക്കാറൊന്നുമില്ല. അവരുടെ കൂടെ ചിലപ്പോൾ ടെക്നോളജി ഇവാഞ്ചലിസ്റ്റുകൾ വരുമായിരിക്കും, പക്ഷെ അവർ മിക്കവാറും മാനേജ്മെന്റ് ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഒരു സിക്സ്ത് കാറ്റഗറി ഉണ്ട്. സിക്സ്ത് കാറ്റഗറി എന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് റിസർച്ച് ആണ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് റിസർച്ച് ബാംഗ്ലൂരിൽ 2 PhD ഉള്ളവരൊക്കെയാണ് ആവറേജ് ഉള്ളത്. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും വന്ന് നമ്മളെ സ്നോബ് ചെയ്യാറില്ല. അപ്പൊ നമ്മളെ സ്നോബ് ചെയ്യാൻ ചാൻസ് മൈക്രോസോഫ്റ്റിന്റെ പേര് പറഞ്ഞിട്ട് ഈ 5 പേരാണ്. അപ്പോൾ അവരെ കൂളായിട്ട് അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഒരു പുള്ളി വൈൽ ഐ വാസ് ഇൻ മൈക്രോസോഫ്റ്റ് എന്ന് എപ്പോഴും പറയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചോദിച്ച്, ഓക്കെ ഈ മൈക്രോസോഫ്റ്റ് GTSCയിലായിരുന്നല്ലേ? അതെങ്ങനെ മനസ്സിലായി? അല്ല നിന്റെ വർത്താനം കേട്ടപ്പോൾ മനസ്സിലായി. അതായത് എന്താ കാര്യം പറഞ്ഞാൽ നീ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ടെക്നിക്കൽ സർവീസസ് ആണെന്നുള്ളതാണ്. അതാണ് അയാൾക്കെതിരെയുള്ള അറ്റാക്ക്. IDC പറയുമ്പോൾ IDC ഈസ് ഓൾ അബൌട്ട് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒറ്റ അടി അടിക്കും. മറ്റേ MGSI എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ സർവീസ് കമ്പനി ഷിറ്റ് ആണെന്ന് പറഞ്ഞ് അതടിക്കും. ഇനിയിപ്പോ MSIT പറഞ്ഞാൽ ക്യാപ്റ്റീവില് അതായത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വെക്ടർ ഈ നമ്മൾ വർക്ക് ചെയ്യുന്ന ബ്രാൻഡിനെ എന്താ പറയാ മുറിച്ച് അവൻ ഏത് വരുന്നോ അതിന്റെ വെക്ടേഴ്സിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഒതുക്കം വരും. ഇനി അറ്റാക്ക് ചെയ്താൽ മാത്രം വരാ, ഈ അറ്റാക്ക് ചെയ്ത കഥ പ്രചരിപ്പിക്കാൻ വേണം. അപ്പൊ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ ചുറ്റുമുള്ള ഈ ചെറിയ കമ്പനികളുണ്ടല്ലോ, ഇപ്പൊ മൈക്രോസോഫ്റ്റ് അല്ല, ഇപ്പൊ ടാർജറ്റ് അങ്ങനെയുള്ളവര്, ആ കമ്പനികളിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരും ഒരു വാൾമാർട്ടിൽ വർക്ക് ചെയ്യുന്നവർ നമ്മൾ അറ്റാക്ക് ചെയ്താവും. കാരണം മൈക്രോസോഫ്റ്റുകാരനെ കീറി കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരും. പിന്നെയാണ് കുറച്ച് കഴിഞ്ഞപ്പോ ആമസോണിന്റെ അറ്റാക്ക് വന്നു തുടങ്ങി. അപ്പോൾ അതിന് ഞാൻ എടുത്തൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്നാമത്തെ 1.5 കൊല്ലം ഈ ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ പരീക്ഷ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ ലൈഫ് പ്രാക്ടിക്കലി പോക്കാം. അവനൊരു വിൽഫുൾ സ്ലേവ് ഫോർ ദി വെസ്റ്റേൺ ഇൻഡസ്ട്രിയൽ മെഷീനറി ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവന് ഒരു സമഗ്ര തലത്തിൽ ബുദ്ധി കുറവായിരിക്കും. അപ്പൊ അവനെ അറ്റാക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഓക്കെ നീ ആമസോണിലാണല്ലേ, ആദ്യം തന്നെ AWSലാണോ വർക്ക് ചെയ്യണേ, Amazon.com-ലാണോ എന്ന് ചോദിക്കുക. ആമസോൺ പലരുടെ കടയിലാണ് വർക്ക് ചെയ്യണേന്ന് പറയാൻ അവനിക്കാം. അപ്പൊ അവൻ പറയും എനിക്ക് അതുണ്ട് ഇതുണ്ട് സാധനം എടുത്ത് പറയും. അപ്പൊ AWS A9.com-ലോ AWSന്റെ ആമസോണിന്റെ ലാബിലോ ആണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളവർ നമ്മളെ സ്നോബ് ചെയ്യാൻ വരാറില്ല. അപ്പൊ ആമസോൺ അങ്ങനെയാണ്. ഇപ്പൊ ഗൂഗിൾ ആണെങ്കിൽ ഇപ്പൊ ഈവൻ ഗൂഗിളിന്റെ PHP ചെയ്ത് ഗൂഗിളിൽ കയറിയ ആൾക്കാരും വന്ന് അറ്റാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ സെമാൻറ്റിക് അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് ഒതുക്കി നിർത്താം. അപ്പൊ പിന്നെ ഇന്റലും മറ്റുള്ളവരൊക്കെ ഇപ്പൊ ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ് അടിച്ച്, പിന്നെ ഈ ഫാൻ കമ്പനി. പിന്നെ അടുത്ത ഒരു സ്നോബറി എന്താന്ന് വെച്ചാല്, ഞാൻ പ്രൊഡക്റ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യണേ, വർക്ക് ചെയ്യണേന്ന് പറഞ്ഞ് വരും. അപ്പൊ അവന് എയിം ചെയ്യണത് എന്താന്ന് വെച്ചാല്, ഐ എം നോട്ട് വർക്കിംഗ് ഇൻ എ ടിപ്പിക്കൽ സർവീസ് കമ്പനി എന്നാണ്. പക്ഷേ 90% ഓഫ് ഇങ്ങനെ ക്ലെയിം ചെയ്യുന്നവർക്ക് സർവീസസ് ഇൻഡസ്ട്രിയിൽ ഒരു പുണ്ണാക്കം ചെയ്യാൻ പറ്റില്ല. അതായത് യു റിക്വയർ, അതായത് അതിന്റെ എഡ്ജില് സർവീസസ് കമ്പനികളുടെ എഡ്ജില് വർക്ക് ചെയ്യണമെങ്കിൽ യു ഷുഡ് ബി ദാറ്റ് ഡൈനാമിക്. അത് ഇവർക്ക് പറ്റില്ല. അപ്പൊ ഇനിയിപ്പോ പ്രൊഡക്റ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ക്ലെയിം ചെയ്യുന്നവർക്ക് അവർക്കൊരു സ്റ്റേബിൾ ലൈഫ് സ്റ്റൈൽ കിട്ടുമെന്നുള്ളൂ. അവര് അവിടുത്തെ ഇന്റേണൽ ഫ്രെയിം വർക്കിലും, ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു പുള്ളി
കുറെ അങ്ങനത്തെ 2 കമ്പനി കയറി. പിന്നെ പുള്ളി അവിടുത്തെ മറ്റേ കംപ്ലയൻസും അതിന്റെ കഥയും ക്വാളിറ്റി അഷുറൻസിന്റെ സ്റ്റാൻഡേർഡ് ഹി ഡസന്റ് ടോക്ക് ടെക്നോളജി എനിമോർ. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാല് ഇതാണ് പ്രൊഫഷണൽ രംഗത്ത്. അപ്പോ നിങ്ങൾ നിങ്ങളുടെ അക്കംപ്ലിഷ്മെന്റിൽ ഫോക്കസ് ചെയ്യുക, യു ബിക്കം വേൾഡ് ക്ലാസ് ആൻഡ് ദെൻ ഓക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അത് പൊളിറ്റിക്കൽ അറ്റാക്ക് ചെയ്ത് നീങ്ങാവുന്നതാണ് ഒരു സ്ട്രാറ്റജി. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബന്ധുക്കളുടെ പ്രശ്നമാണ്. ബന്ധുമിത്രാദികൾ. ഓക്കെ, ഇപ്പൊ എന്റെ കേസിൽ ഒരു അഡീഷണൽ പ്രശ്നമുണ്ട്. ഞാൻ മെന്റർ ചെയ്തവർ തന്നെയാണ് എന്റെ പിൽക്കാലത്തെ ഏറ്റവും വലിയ ശത്രു. ഓക്കെ, അപ്പോ അത് ഒരു ഡിഫറെന്റ് പ്രോബ്ലം വിച്ച് വി വിൽ ഡിസ്കസ് പെർഹാപ്സ്. ഓക്കെ, അപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഞാൻ താമസിക്കുന്നതിന്റെ അടുത്ത് എന്റെ വല്യമ്മ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ UST ഗ്ലോബലിലോ മറ്റേ വിപ്രോയിലോ ആരെങ്കിലും വർക്ക് ചെയ്യുന്ന ആളായിരിക്കും എപ്പോഴും വാടകയ്ക്കൊക്കെ വരാം. അപ്പൊ അങ്ങനെ ചിലപ്പോൾ അവർ ഷെയർ ചെയ്തൊക്കെ എടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ എവിടെ വർക്ക് ചെയ്യണേ? IT വർക്ക് ചെയ്യണേ. അപ്പൊ ഞങ്ങളുടെ പ്രൊസീദും അവിടെ വർക്ക് ചെയ്യണേന്ന് പറഞ്ഞു. എവിടെ വർക്ക് ചെയ്യണേന്ന് ചോദിക്കുമ്പോ വല്ല കമ്പനിയുടെ പേര് വല്ല എക്സിസ്റ്റ് എന്നൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ ആയിരിക്കും. അപ്പൊ ഈ ഒരു പുള്ളി പറഞ്ഞതെന്ന് വെച്ചാല് എക്സിസ്റ്റ് why or proceed struggles to exist in exist ജീവിച്ചു പോട്ടെ. അപ്പൊ അവനൊരു അവന് നമ്മളെ കാണുമ്പോൾ ഒരു പുച്ഛമൊക്കെ ഉണ്ടാവും. അത് ഞാൻ നാട്ടുകാരെ പറ്റിച്ച് നടക്കാന്ന് വിചാരിക്കും. പിന്നെ ഇവനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് എന്റെ ബുക്ക് കളക്ഷൻ ഒക്കെ കാണിച്ച് അവന്റെ ഉള്ളില് അപകർഷതാബോധം കയറ്റി വിട്ടിട്ടേ ഞാൻ അവരെ വിടാം. ഇതാണ് ഈ ടൈപ്പ് പ്രോബ്ലം, ബന്ധുക്കളുടെ പ്രോബ്ലം. അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ ഉപദ്രവമുണ്ട്. അപ്പൊ ചാർട്ടേഡ് അക്കൗണ്ട് അപ്പൊ ഈ മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിന്റെ കുഴപ്പമെന്ന് വെച്ചാല് അവര് വക്കീലന്മാര് ഫോർ സം റീസൺ വക്കീലന്മാര് മറ്റേ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസ് മറ്റേ ഈ സിവിൽ എഞ്ചിനീയേഴ്സ് ഹെവി എഞ്ചിനീയേഴ്സിനെ കാണുമ്പോൾ ഇവരുടെ പ്രൊഫഷൻ ഒരു പ്രൊഫഷൻ അല്ല എന്നൊരു ഞാൻ ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഒരു പ്രൈഡ് കാണാറില്ല. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ ഇനിയിപ്പോ എന്റെ സർക്കിളിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് തീർക്കേണ്ടി വരും. അപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കണക്കപ്പള്ളിയായിട്ട് റെഡ്യൂസ് ചെയ്യുക. വക്കീലന്മാര് മറ്റേ എൻട്രൻസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് വക്കീൽ പണിയെടുത്താന്ന് പറയും. കാരണം അവരെക്കാൾ ലോജിക്കൽ ആൻഡ് കുറച്ച് ലീഗൽ പോയിന്റ്സ് വെച്ച് കഴിഞ്ഞാൽ അവർ അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ ഇവരുടെ മുന്നിലൊക്കെ നിങ്ങളിങ്ങനെ ഇപ്പൊ ഞാനാണെങ്കിൽ എന്താ പറയുന്നത്, പൊളിറ്റിക്കലി ഞാൻ വോട്ട് ചെയ്യുന്ന പാർട്ടി ജയിക്കാറില്ല. ഞാൻ ഞങ്ങളുടെ ഇതില് അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടി ജയിച്ച് വീടിന്റെ മുന്നിലെ ശക്തി പ്രകടനം. അപ്പൊ അങ്ങനെയുള്ളവരെ എന്താ പറയാ അവരെ വ്യക്തിഹത്യ ചെയ്യുക. ഇങ്ങനെ ഇതിനെ സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ വ്യക്തിയെ പോയി ടാക്കിൾ ചെയ്യരുത്. ഇപ്പൊ ഡെവോപ്സുകാർ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ ഡെവോപ്സ് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു സാധനം ഈ IT ഇൻഡസ്ട്രിയിലെ ഓക്കെ നോ ഒഫൻസ് ഇന്ത്യൻ അഗേൻസ്റ്റ് ഡെവോപ്സ് തന്നെ പ്രൊഫഷണൽസ്, പക്ഷെ IT ഇൻഡസ്ട്രിയിലെ കൊതം കഴുകുന്ന പരിപാടിയാണ് മറ്റേ ഡെവോപ്സ് ഒന്ന് ഒറ്റ അടി അടിച്ചു. അതുകൊണ്ട് അതിങ്ങനെ സ്പ്രെഡായി. പിന്നെ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോൾ അത് പറയുമ്പോഴും ഒരു പെർട്ടിക്കുലർ വ്യക്തിനെ ആൾക്കാർ ഇമാജിൻ ചെയ്ത് തുടങ്ങി. പിന്നെ ഞാനും അയാളും തമ്മിലായി ഫൈറ്റ്. പക്ഷെ ഐ ചോസ് ടു ലീവ് വിത്ത് ഇറ്റ്. അപ്പൊ അല്ലെങ്കിൽ ഈ ഡെവോപ്സിന്റെ ഉപദ്രവം, പിന്നെ ക്ലൗഡ്. അപ്പം I am good at what I am doing. Just because others are good at their things. ഞാൻ പോയി അവരെ എനിക്ക് അവരായിട്ട് hundreds of differences ഉണ്ടാവും on various issues. ഞാൻ എന്താ പറയാ ഇവരെയൊക്കെ പോയി ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി നടക്കൂല. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ പ്രൊഫഷണൽസിനും ഇപ്പൊ മറ്റേ വിധേയൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, വിധേയൻ. അതായത് മമ്മൂട്ടി ഭാസ്കര പട്ടേലറായിട്ടും ഗോപകുമാർ തൊമ്മിയായിട്ട് അഭിനയിച്ച്. അപ്പോ എവിടെ പോയി നോക്കിയാലും ഈ ഒരു ഭാസ്കര പട്ടേലർ ഉണ്ടാവും, അയാൾക്ക് കുറെ തൊമ്മികൾ ഉണ്ടാവും. ഈ ഭാസ്കര പട്ടേലർ തന്നെ വേറെ ആൾക്കാരുടെ തൊമ്മിയായിരിക്കും. അപ്പൊ ഒരു ഹയറാർക്കീസ് ഓഫ് തൊമ്മി ആൻഡ് ഭാസ്കര പട്ടേലറിനെ വെച്ച് ലേ ഔട്ട് ചെയ്തെന്ന ഒരു സൊസൈറ്റിയിൽ നമുക്ക് അടിമകളെ കിട്ടുള്ളൂ. അപ്പൊ എങ്ങനെ നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാം? ഇനി അടുത്തത് ഇത് സായിപ്പ് എഴുതിയ കോഡാണല്ലോ. ഓക്കെ, അപ്പൊ സായിപ്പ് എഴുതിയ കോഡാണെന്ന് എന്നോട് പറയണത് എന്താന്ന് വെച്ചാൽ, എടാ പുല്ലേ നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ലടാന്നാണ് അവൻ പറഞ്ഞു തന്നെ. അപ്പൊ ഞാൻ എന്ത് പറയുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പതുക്കെ മൈൻഡ് ഗെയിം കളിച്ചു തുടങ്ങി. അപ്പൊ ഇതെങ്ങനെ ഇപ്പോ ഐ മീൻ ബി എ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് ഓൺ ഓക്കെ ഹൗ ടു ടാക്കിൾ ദിസ്. അപ്പൊ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഏകദേശം ഇപ്പൊ ഈ കേൾക്കുന്ന ആൾക്കാർക്കും ഇപ്പൊ എന്റെ കൂടെ ഈ റെക്കോർഡിങ്ങിൽ ഇരിക്കുന്നവർക്കും അവരുടെ ലൈഫായിട്ട് ഇപ്പൊ വളരെ ബന്ധമുണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ ആരെങ്കിലും ഒക്കെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുണ്ടെങ്കിലോ വക്കീലായിട്ടുണ്ടെങ്കിലോ ഇനി വേണ്ട,
നിങ്ങളെക്കാൾ ബ്രാൻഡുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്താലോ, ഇനിയിപ്പോ ചില വീടുകളിൽ ഡോക്ടർ ആവുന്നതാണ്, ചില വീട്ടിൽ വക്കീലാവുന്നതാണ് വരുന്നത്, അപ്പോൾ ചില സ്ഥലത്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുന്നതാണ് വരുന്നത്. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾ എങ്ങനെ, ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു പുള്ളിയുണ്ട്, പുള്ളിയുടെ വീട്ടിൽ എല്ലാവരും ഡോക്ടേഴ്സാ, പുള്ളി മാത്രം എഞ്ചിനീയർ ആയി. അപ്പൊ അങ്ങനെ ഈ എല്ലാവരും ഡോക്ടേഴ്സ് ആയിട്ട് എഞ്ചിനീയേഴ്സ് ആവുന്ന വീട്ടിൽ അവരുടെ കാര്യം വേറെ കട്ടപ്പോകയാ. ഒരു പുള്ളിക്ക് എന്താ പറയാ, വീട്ടിലെല്ലാവരും ഡോക്ടറാണ്, പുള്ളി ഡോക്ടർ അല്ലാത്തതിന്റെ പേരിൽ പുള്ളി അനുഭവിച്ച നാട് വിടേണ്ടി വന്നു. അപ്പോ ഈ പ്രശ്നങ്ങൾ എങ്ങനെ നേരിടാം, എങ്ങനെ ഒരു വേൾഡ് ക്ലാസ് തിങ്കർ ആവാം, അതിനെക്കുറിച്ചാണ് ഇവിടുത്തെ ചർച്ച. അപ്പോ ഈ ഓരോരുത്തർക്ക് അവരുടെ അനുഭവം പറയാം, എങ്ങനെ അത് അവർ നേരിട്ടു എന്ന് പറയാം, ഇനിയിപ്പോ നേരിട്ടിട്ടില്ലെങ്കിൽ എങ്ങനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നൗ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. ഞാൻ മിക്കവാറും ഒളിച്ചോട്ടോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ആ ഭാഗത്തോട്ട് പോകാതിരിക്കുക. അതാണ് ഞാൻ ചെയ്തേക്കണത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അറിയില്ല, അതൊരു നല്ല സ്ട്രാറ്റജി അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പാറ്റേൺസ് ഓഫ് സ്നോബറി ടാക്ടിക്സ് ആൻഡ് ഡീൽ വിത്ത് സെക്കൻഡ് പ്രാവശ്യം എടുത്തത് ടെക്നോ പാർക്കിൽ ഒരു ബാർ ക്യാമ്പിലാണ്. അപ്പൊ 2014 ഓക്കെ. അപ്പൊ അന്ന് എടുത്തപ്പോ ഒരു ഉച്ചയ്ക്ക് 2:45, 3 മണി ടൈം ആയിരുന്നു. അപ്പൊ എല്ലാവരും ഉറങ്ങാൻ കിടന്ന് എല്ലാവരും ചിരിച്ച് എല്ലാവരും ഇത് ചെയ്തു. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഇത്രയും ഇലാബറേറ്റ് ആയിട്ട് ഈ പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? വൈ കാണ്ട് യു ഇഗ്നോർ ഇട്ട് എന്നാണ് എന്റെ മുന്നിൽ വന്ന ചോദ്യം. ഇപ്പോ എനിക്ക് ഈ മറ്റേ എന്താ പറയാ, അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഈവൻ ശ്രീജിത്തിനും ആ പ്രശ്നം ഉണ്ടാവാം. ഞാൻ വരുന്നത് ഒരു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയാ, കൊങ്കണി. ഓക്കെ, നിങ്ങളും കൊങ്കണിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ വ്യത്യാസങ്ങൾ. അപ്പൊ അവിടെ ഒരു സിറ്റുവേഷൻ വരുമ്പോ എല്ലാവരും തമ്മിൽ അറിയും. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഫൈറ്റ് ഒഴിവാക്കുന്നത്? നിങ്ങളുടെ അസ്തിത്വത്തെ തന്നെ അവർ അടിച്ച് ഇത് ചെയ്താൽ. ഇപ്പൊ എന്റെ കേസിലാണെങ്കിൽ കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്, ഒരു സമയത്ത് അലവലാതിയാണെന്നുള്ള നടന്നിരുന്ന ഒരു ഇതുണ്ട്. അപ്പൊ എനിക്ക് എന്റെ മക്കളുടെ ഭാവിയെയും ഒക്കെ ബാധിക്കും ഞാൻ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യും ശ്രീത്തെ? ഇപ്പൊ ശ്രീത്താണെങ്കിൽ ഇപ്പൊ ശ്രീത്തിന് ഇപ്പൊ ഓക്കെ, അഫ്കോഴ്സ് ബാംഗ്ലൂരോ ബോസ്റ്റണിലോട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഡൽഹിയിലേക്ക് പോവാം, നാട്ടിൽ നിൽക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും? അറിയില്ല. ഫൈറ്റ് ചെയ്യാണ്ട് വേറെ വകുപ്പില്ല, അതാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു ടെമ്പർമെന്റ് അല്ല, ഇപ്പൊ ഞാൻ നമ്മളത് കേട്ട് സഹിച്ചിരിക്കോ? അല്ല, നമ്മളത് ഞാനാണെങ്കിൽ അത് കേട്ട് സഹിച്ചിരിക്കോ എന്നുള്ളതാണ് എനിക്ക് തോന്നലാട്ടോ. എനിക്കറിയില്ല. അല്ല, അവരായിട്ട് ഉടക്കാൻ തോറ്റെന്ന് വെച്ചാൽ തല്ലുപിടിക്കാനുള്ള അവസരം പോകും. ഉടക്കരുത്. നിങ്ങൾക്ക് മനസ്സിലായ? അതായത് ആ ഫൈറ്റ് ഇങ്ങനെ, അതായത് അവരെപ്പോഴും ജയിച്ചെന്ന് വിചാരിച്ചോളണം. മനസ്സിലായില്ലേ? എന്നിട്ട് ആവശ്യം വരുമ്പോ ഒറ്റ ഗ്രൗണ്ട് കൊടുക്കണം. മനസ്സിലായില്ലേ? അല്ല, അപ്പൊ ഈ വിഷയം ചർച്ച ചെയ്യാൻ പോലും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷനൊക്കെ നിങ്ങളും ഫേസ് ചെയ്തിട്ടില്ലേ? ബ്രാൻഡിന്റെ അറ്റാക്ക് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോ വിദേശത്ത് പോയിട്ടില്ല എന്നുള്ള അറ്റാക്ക്, അതായിരുന്നു ഒരു സമയത്ത് എന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. ഇവിടെ കിട്ടിയ അതായത് പീപ്പിൾ ഫൈൻഡ് വെക്ടേഴ്സ് ടു അറ്റാക്ക് യു വേർ യു ഡോണ്ട് ഹാവ് എനി ഡിഫൻസ് അഗെയിൻസ്റ്റ് ദം. അപ്പൊ അങ്ങനെ പറയുമ്പോ കുമാരപിള്ള സാറ് പറയുന്നില്ലേ മറ്റേ ഈ സന്ദേശത്തില്, അതായത് INSPയിൽ കൊള്ളാവുന്ന ചെറുപ്പക്കാരെ ചുറ്റും ഉണ്ടെങ്കിൽ അവരെ വല്ല പെണ്ണ് കേസിലോ മറ്റിലൊക്കെ തള്ളണമെന്ന് അറിയില്ലേ? അതായത് അതല്ലാതെ വേറെന്താ വഴിയുള്ളത്? അല്ല, അപ്പൊ അങ്ങനെ തോറ്റു കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ ഇന്റലക്റ്റിനെ ബാധിക്കുന്നെങ്കിലോ? അപ്പൊ എനിക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഞാൻ പോകുന്ന സ്ഥലത്ത് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഐ ആം റീസണബിളി ഗുഡ് ഇൻ വാട്ട് ഐ ഡു. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ എന്നേക്കാൾ സ്മാർട്ട് ആൾക്കാർ ചുറ്റും കാണിക്കാൻ, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ മാർട്ടിൻ ഫൗളർ, മറ്റേ ഇനി വേണമെങ്കിൽ ഇന്നലെ ചെസ്സിൽ ജയിച്ച ഗുഗേഷിനെ അവരെ വിളിച്ചോണ്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ഇതിന്റെ വലയത്തിൽ പെടാതിരിക്കുക എന്നുള്ളതൊരു പെടാതിരിക്കണമെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ ഗ്രോ ചെയ്യണമെന്ന് അർത്ഥം. നിങ്ങൾ ഗ്രോ ചെയ്താൽ നിങ്ങൾ പെടും. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ എന്തിനാണ് അപ്പൊ നമ്മൾ ഇത്രയും പാട് വയ്ക്കണേ? നമുക്ക് സോഷ്യൽ ഇൻഫ്ലുവൻസ് കിട്ടാനല്ലേ? ഇനി അത് വേണ്ടല്ലോ, അവിടം വരെ വേണ്ട, നമുക്ക് അത്രയും പോണ്ട. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഉള്ളിലൊന്ന് പൊങ്ങച്ചടിക്കാവോ? നിങ്ങളുടെ വൈഫ് നിങ്ങളുടെ കടിഞ്ഞാനിടോ, അല്ലെങ്കിൽ പിള്ളേര്, അല്ലെങ്കിൽ ഒപ്പന്റെ ഡയലോഗ് ഉണ്ടോ എന്ന് പറഞ്ഞ മക്കളവരടിക്കും. മനസ്സിലായില്ലേ? വീടിന്റെ ഉള്ളില്. അപ്പൊ പിന്നെ ബന്ധുക്കളുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ പിന്നെ കൂട്ടുകാരെങ്ങനെയായിരിക്കും? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ ഒരു അവസരവും തരുന്നില്ല എന്നാണ് ഞാൻ പറയണത്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് സ്പേസ് വേണ്ടേ? എന്ത് ചെയ്യും? അല്ല, അതിനൊരു വിശ്വാസം വേണം കേട്ടോ. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ
ഡെലിവറി ചെയ്ത് അത് അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു സ്കോളർലി ടൈപ്പാണ്. ഐ സ്റ്റഡി മൈസെൽഫ്. അപ്പൊ മറ്റുള്ളവർ നോക്കുന്നതിനൊക്കെ കൂടുതൽ കാര്യങ്ങളും എനിക്ക് നോക്കേണ്ട എനിക്ക് സ്മാർട്ടാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മനസ്സിലായില്ലേ? ഇത് തുറന്നു പറഞ്ഞാൽ ആൾക്കാർ കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ വരും. അതുകൊണ്ട് നമ്മൾ മിണ്ടൂല. പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടാവണമല്ലോ. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ വെള്ളക്കാരനെ നേരിടണേ, അല്ലെങ്കിൽ വെള്ളക്കാരനെ പോയി 45 മിക്ക ആൾക്കാരും ചെയ്യണത് എന്താ, വീടിന്റെ ഉള്ളിൽ പതുങ്ങിയിരുന്നിട്ട് വേറെ സ്ഥലത്തൊക്കെ പോയി വളഞ്ഞിരുന്നിട്ട് മറ്റേ കുറെ പാവപ്പെട്ട ഇത് ആണോ? ഒരു പോസിബിലിറ്റി ആണത്. അതാണ്. അപ്പൊ ഞാൻ പറയണപ്പോ ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇങ്ങനത്തെ ഇഷ്യൂസ് പുറത്തു വന്ന അവിടെ തന്നെ വെച്ച് തീർത്തിട്ട് വീട്ടിലോട്ട് വന്നെന്നാണ്. മനസ്സിലായി? അല്ലാണ്ട് അവിടെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരുത്തൻ ഒരു പുള്ളിക്കുണ്ട്, ഒരു സർദാർജി ഉണ്ട്. അയാളാണ് എന്നേക്കാൾ വലിയ പ്രൊഫഷണൽ. ലാസ്റ്റ് സർദാർജീനെ ഞാൻ തന്തയ്ക്ക് വിളിച്ചെന്ന് മാത്രമല്ല, അപ്പൊ തന്തയ്ക്ക് വിളിക്കുമ്പോ ഇവന്റെ അപ്പനവളാണേ. മനസ്സിലായ? പിന്നെ സർദാർജിമാര് അണ്ടർവെയർ മാറ്റാറില്ല. ഈ ടൈപ്പ് അറ്റാക്ക് ഒക്കെ ചെയ്ത് സർദാർജി എന്ന് കേട്ട ആൾക്കാർക്ക് അറപ്പുണ്ടാവുന്ന രീതിയിലാക്കി കളഞ്ഞു. അതായത് അയാൾക്ക് എന്നെ അംഗീകരിക്കാണ്ടിരിക്കാൻ വേണ്ടി അയാൾ ചെയ്യുന്ന പരിപാടിയാണ്. അയാൾക്ക് എന്നെ ഇഗ്നോർ ചെയ്യാം, പക്ഷെ പുള്ളിക്ക് എന്നെ ഇത് ചെയ്യണം. അപ്പൊ എന്താണ്? അപ്പൊ എന്ത് ചെയ്യും? തള്ളാണെന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും? എനിക്കറിയില്ല കേട്ടോ. ഞാന് വേറെ എന്ത് ചെയ്തെനിക്കറിയില്ല. പക്ഷെ അല്ല, അപ്പൊ ആൾക്കാർ പറയണ വേറൊരു പരിപാടി എന്താ പറയാ, ഓക്കെ നിനക്ക് അങ്ങനെയാണ് ഇതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് ഈ തരത്തിൽ പോയി കളിച്ചൂടെ എന്ന് ചോദിക്കും. തരത്തിൽ പോയി കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബാംഗ്ലൂർ പോയ ഡെമോഫോബിയ ഉണ്ട്. ലാർജ് ക്രൗഡ് കണ്ടാൽ എനിക്ക് പ്രഷറുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ മണപ്പുറത്ത് പോലും പോകാറില്ല ആലുവല്ലേ. ഇവിടെ കിട്ടിയ അപ്പൊ ഇവര് പറഞ്ഞവര് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നാട്ടിലൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ പശ്ചാത്തലവും അധികം ഇവോൾവ് ആൾക്കാരല്ല. ഇനിയിപ്പോ ഇവോൾവ് ആണെങ്കിൽ തന്നെ ഒരു സോഷ്യൽ കണക്ട് ഇല്ലാത്തൊരു ലൈഫ് എങ്ങനെ നയിക്കും? കാശുണ്ടാക്കിക്കൊണ്ടിരുന്ന മതിയോ? അല്ല, അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം അല്ലെ, ഈ ഒരു പ്രോബ്ലം ഉണ്ടോ? അതായത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് ഫ്ലവർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയണം. അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് പൊങ്ങച്ചാണെന്ന് തോന്നിയാൽ തന്നെ ഞാനത് ശരിവെക്കാനേ നിങ്ങളോട് പറയുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാണ്ട് എനിക്ക് ഓരോണ്ടൊന്നല്ല പറയണ്ടേ. ശ്രീ ബിലീവ്സ് ദാറ്റ് ഓക്കെ യു ആർ ഗുഡ് ഇൻ സേ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. ഓക്കെ, സോ ഐ ഷുഡ് എൻകറേജ് യു സോ ദാറ്റ് ഓക്കെ യു ഗോ അപ്പ് ആൻഡ് ദെൻ അതിന്റെ പെർക്കുലേഷൻ എഫക്ട് എനിക്ക് കിട്ടുക എന്നുള്ളതല്ലേ ഏറ്റവും ബെസ്റ്റ്. അല്ലാണ്ട് അപ്പൊ എനിക്ക് ലോ സെൽഫ് എസ്റ്റീം ഉണ്ടെങ്കിൽ ഞാൻ ശ്രീജിത്തിനെ ചലഞ്ച് ചെയ്യും. ഒന്ന് പോടേ ഇതിന്റെ ഡയലോഗ് എന്ന് പറഞ്ഞ ഇതിൽ എനിക്ക് ലോ സെൽഫ് എസ്റ്റീം ഇല്ല. എനിക്ക് എന്നെ കുറിച്ച് നല്ല ബഹുമാനമാണ്. ഐ ലവ് മൈസെൽഫ് ആസ് വെൽ. അപ്പൊ എനിക്ക് എന്തിനാണ് നിങ്ങളൊരു ക്ലെയിം നടത്തി കഴിഞ്ഞാല് തോറ്റാ നിങ്ങൾക്കല്ല പ്രശ്നം, എനിക്കെന്താ കുഴപ്പമെന്ന്? അല്ല, മനസ്സിലായി? അപ്പൊ അങ്ങനെയല്ല, ഇതൊരു ഐഡിയൽ ആളായിരിക്കണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ആണ് അല്ലെ? അതായത് നമ്മളിങ്ങനെ അങ്ങനെയല്ല. അപ്പൊ എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ഒരു മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആൾക്കാർക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. സ്വാശ്രയ കോളേജുകളിലെ ആൾക്കാര് IT ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് ഈ സായിപ്പന്മാരോടുള്ള വിധേയത്വം ഇത്രയും കൂടിയത്. പണ്ടുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നാട്ടിലും ഈ ആൾക്കാർ അറ്റ്ലീസ്റ്റ് IIT-കാർക്കൊക്കെ ഒരു സ്റ്റേച്ചർ കൊടുത്തിരുന്നു. ഒരുത്തൻ IIT എന്നാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായ, അല്ലെങ്കിൽ REC എന്നാണെങ്കിൽ ഇവിടെ കിട്ടിയ. അപ്പൊ അങ്ങനെ വരുമ്പോ അത് ബാലൻസ് ചെയ്ത് പോവായിരുന്നു. അപ്പൊ ഇപ്പൊ എന്റെ കാലഘട്ടത്തിലൊന്നും ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പറവൂർക്കവല എന്നൊരു സ്ഥലത്ത് സന്തോഷിനേക്കാൾ എങ്ങനെ ബെറ്റർ പ്രോഗ്രാമർ ആവാം. അല്ലെങ്കിൽ ജയകൃഷ്ണൻ അയാളുടെ ഒപ്പത്ത് എങ്ങനെ കുര്യന്റെ ഇലക്ട്രോണിക്സ് നോളജ് എനിക്ക് കിട്ടുമോ? നിങ്ങൾക്ക് മനസ്സിലായോ? രാകേഷ് ജോൺ, ഓക്കെ, പുള്ളി TNT-ലേക്ക് പോയി. പുള്ളിയുടെ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് വായിക്കാൻ പറ്റുന്നില്ല, അതെങ്ങനെ വായിക്കാം? അപ്പൊ അബ്ദുൾ സലാം എന്ന് പറയുന്ന ഒരു ബോസ് ഉണ്ട്. അയാളുടെ മാത്തമാറ്റിക്കൽ സോഫിസ്റ്റിക്കേഷൻ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ ഞാൻ കാണുന്നത് ചുറ്റുമുള്ള ആൾക്കാരെയാണ്. എങ്ങനെ ദേ ആർ ദ പീപ്പിൾ ടു ബീറ്റ്. പിടികിട്ടിയ? അപ്പൊ എനിക്ക് അവിടെ എന്താ പറയാ, സ്റ്റീവ് ജോബ്സ് ഉണ്ടെന്നോ അതൊന്നും നമുക്ക് നോട്ടില്ല. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ എവിടെയാണ് നമുക്ക്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഐ ബിഗാൻ ടു വാല്യൂ പീപ്പിൾ അറൌണ്ട് മീ. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാല് വാട്ട് ദേ ക്യാൻ ഡു, എനിക്ക് ഇപ്പൊ ഈ
മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളിപ്പോ ഇപ്പൊ സ്കോട്ട് ഹാൻസൽമാൻ ആണ് മിക്ക ആൾക്കാർക്കും .NET ഇപ്പൊ ലാൽ എനിക്ക് എന്താ പറയുക സ്കോട്ട് ഹാൻസൽമാനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അരുണോ ഷാലുണ്ടെങ്കിൽ സ്കോട്ട് ഹാൻസൽമാനെ കുറിച്ച് പറയും. സ്കോട്ട് ഹാൻസൽമാൻ ചിലപ്പോ അവിടുത്തെ മറ്റേ ഡെവലപ്പർ ഇവാഞ്ചലിസ്റ്റ് ആയതുകൊണ്ട് അയാളെ നിങ്ങൾ കാണുന്നതായിരിക്കും. ആ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷനിൽ MSRൽ നടന്നതും അവിടുത്തെ ഡെവലപ്മെന്റിൽ ലാബിൽ നടന്ന കാര്യങ്ങളൊക്കെ അയാളാണ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോയാ. ഇവിടെ കിട്ടിയ അപ്പൊ സ്ഥാനത്ത് അവിടെ ആൻഡ്രിയ സെൽബർഗ് ഉണ്ട്, C# കമ്പൈലർ റൈറ്റ് ചെയ്ത ആള്. എറിക് മെയർ ഉണ്ട്, RX.NET ഉണ്ടാക്കിയ ആള്. ഇനി സൈമൺ പേറ്റൺ ജോൺസ് ഉണ്ട്, ആൻഡ് ഡോൺ സിമിയൻ F# മറ്റേത് വേറെയും ആൾക്കാരുണ്ടല്ലോ, അവരൊന്നും ആരും അറിയുന്നില്ല. അപ്പൊ ഇവരെ അറിയുന്നു. അപ്പൊ ഇവരായിട്ടൊക്കെ നമ്മളെ കമ്പയർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ മറ്റേ മാർട്ടിൻ ഫോളർ അങ്കിൾ ബോബിനെ കുറിച്ച് പറയുള്ളൂ. പക്ഷേ ഫിലിപ്പ് വാഡ്ലറും അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് ടൈപ്പ് തിയറി ഒക്കെ ചെയ്ത്. അപ്പൊ അവരെ കാണുന്ന ഞാൻ മണ്ടണയില്ലേ ഇവരായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ? ആൾക്കാരെ തമ്മിൽ കമ്പയർ, അവർ ഉപയോഗിക്കുന്ന വിഷയത്തോടല്ലേ നമുക്ക് താല്പര്യം. അപ്പൊ എന്ത് ചെയ്യും? അതായത് ഇപ്പൊ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോ പുസ്തകങ്ങളിലില്ല മാർട്ടിൻ ഫോളർ പറഞ്ഞിട്ടുള്ള അതില്ല. അപ്പൊ പിന്നെ നമുക്ക് കിട്ടിയ ഇൻസൈറ്റ് നമ്മൾ എങ്ങനെ അവിടെ പ്രദർശിപ്പിക്കും? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് തോക്കുന്നതെന്ന് വിചാരിക്കാം. അല്ല, തോക്കുന്നതിന്റെ അല്ലല്ലോ ആ ശുഷ്കം. ഇപ്പൊ ഞാൻ പറയട്ടെ, അതായത് ഒരു സബ്ജക്റ്റിനെ നമുക്ക് ഓണ്ടോളജിക്കൽ ലെവലിൽ പഠിക്കാം, ടാക്സോണമിക്കൽ ലെവലിൽ പഠിക്കാം, വൊക്കാബുലറി ലെവലിൽ പഠിക്കാം. ജസ്റ്റ് ബിക്കോസ് വൊക്കാബുലറി ലെവലിലും ടാക്സോണമി ലെവലിലുമാണ് മോർ ഇന്റർവ്യൂ നടക്കുന്നതുകൊണ്ട് അതാണ് നോളജ് എന്ന് ധരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അപ്പൊ ഓണ്ടോളജിക്കൽ നോളജല്ലേ നമുക്ക് ആക്ഷണബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് എങ്ങനെ നമ്മള് എന്താ പറയാ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. ഒരു പ്രൊവൈഡർ മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ട്, കൺസ്യൂമർ മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ട്. ഇപ്പൊ കൺസ്യൂമർ മൈൻഡ് സെറ്റ് ഉള്ള ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് പ്രൊവൈഡർ തിങ്കിങ് അബദ്ധമാണെന്നും മണ്ടത്തരമാണെന്നും പറഞ്ഞാൽ എന്ത് ചെയ്യും? അറിയില്ല, എന്ത് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിയില്ല. ചലഞ്ചിങ് ആണ് മുന്നോട്ട് പോകാൻ. അപ്പൊ ജസ്റ്റ് ബിക്കോസ് ഒരുത്തൻ മൈക്രോസോഫ്റ്റിലാണ് അല്ലെങ്കിൽ ആമസോണിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആ പ്ലാറ്റ്ഫോമിന്റെ ഇന്റലിജൻസ് എന്തിനാ നമ്മളെ ആ ഏജന്റിന് കൊടുക്കണേ? അതിപ്പോ ഞാൻ വേറെ രീതി പറഞ്ഞുതരാം. ഞാൻ ഒരു ദിവസം പറഞ്ഞു, ജൂസ് ആർ സ്മാർട്ട്, എ ജൂ നീഡ് നോട്ട് ബി എന്ന്. അവിടെ ഇരിക്കണ കോയമാര് വരെ എന്നെ അടിക്കാൻ വേണ്ടി. അവന് ശരിക്കും സന്തോഷമല്ല വേണ്ടത്. ജൂതന്മാര് സ്മാർട്ടാണ്, ജൂതൻ സ്മാർട്ട് ആവണമെന്നില്ല. അപ്പൊ ഒരു സ്ഥലത്തെ കളക്റ്റീവ് ഇന്റലിജൻസ് ഒക്കെ അയക്ക് വെച്ചു കൊടുക്കുമോ ശ്രീധർ? ഒരു സ്ഥലത്തെ കളക്റ്റീവ് ഇന്റലിജൻസ്, ഇപ്പൊ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷനിലെ കളക്റ്റീവ് ഇന്റലിജൻസ് നിങ്ങൾ ഇംപ്രസ്ഡ് ആണെന്ന് വിചാരിക്കാം. അവർക്ക് SQL സെർവർ ഉണ്ട്, അവർക്ക് അത് മറ്റേ അവരുടെ കമ്പൈലർ ഫാസ്റ്റസ്റ്റ് ആണ്. അപ്പൊ അവിടെ ഇരിക്കുന്നവനെല്ലാം ഇവനല്ലല്ലോ അത് എഴുതണേ, ഇവൻ അവിടുത്തെ ഒരു എംപ്ലോയി അല്ലേ. അപ്പൊ അവൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ട് അവൻ പൊട്ടത്തരം പറഞ്ഞാൽ പോലും ഒരു ഹാലോ എഫക്റ്റ് ഉള്ളത് കൊണ്ട് അവൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എങ്ങനെ ചലഞ്ച് ചെയ്യും? മെജോറിറ്റി ആണെങ്കിൽ ബുദ്ധിമുട്ടാണ് ചലഞ്ച് ചെയ്യാൻ അല്ലേ? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് കൗണ്ടർ എക്സാമ്പിൾസും അല്ല. ഇപ്പൊ അപ്പൊ അതാ പറഞ്ഞ ആ ഒരു പല അബദ്ധകാരണങ്ങളുണ്ട്. ഇപ്പൊ കോൺഗ്രസ് പാർട്ടി പണ്ട് ഇലക്ഷൻ അവലോകനം നടത്തും. ജയിച്ച സോണിയ ഫാക്ടർ, തോറ്റ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തില്ല. ഇത് തന്നെയാണ്, ഇത് മീറ്റിങ്ങിന് മുമ്പ് തന്നെ തീരുമാനിക്കുമെന്ന്. അങ്ങനത്തെ തിങ്കിങ് ആണ് ആൾക്കാർക്കുള്ളത്. ഇവിടെ കിട്ടിയ അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ആ കേസ് ടു കേസ് ബേസ്. അപ്പൊ നമുക്ക് നമ്മുടെ കേസ് എങ്ങനെ പ്രസന്റ് ചെയ്യും അത് പറ. സപ്പോർട്ട് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ, അല്ലാണ്ട് ഒറ്റക്ക് പറ്റുമോ അറിയില്ല. അല്ല, അതിന്റെ സപ്പോർട്ട് ഉണ്ടാക്കാനാണല്ലോ ഇപ്പൊ ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യണത്. എന്തിനാ? ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇങ്ങനെ ഓരോ ഇപ്പൊ ഞാൻ പറയട്ടെ, പാറ്റേൺസ് ഓഫ് സ്നോബറി പറഞ്ഞപ്പോഴാണ് ഒരു പുള്ളി എന്നോട് വന്ന് പറഞ്ഞെന്ന് അറിയാം, സാറിന്റെ ഈ പ്രസന്റേഷൻ കാരണം എനിക്കൊരു ഗുണം കിട്ടിയെന്ന്. ഞാൻ അയൽക്കാരെ ഞാൻ പോലും അറിയാതെ ഉപദ്രവിക്കേണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായെന്ന്. ഇനി മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ പണ്ട് മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് ഇതെടുക്കും. അപ്പൊ എല്ലാവരും മെഷീൻ ലേണിംഗ്. അപ്പൊ ഏറ്റവും വലിയ ഫോക്സ്
മെഷീൻ ലേണിംഗ് ആണ്. മനസ്സിലായില്ലേ? മെഷീൻ ലേണിംഗ് നിനക്ക് അറിയാവോ? പക്ഷേ മെഷീൻ ലേണിംഗ് ഒരു അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. നോട്ട് ഫോർ കരിയർ പർപ്പസ്, കോംപ്രിഹെൻഷൻ പർപ്പസ്. മനസ്സിലായില്ലേ? അത് അൺഫോർച്ചുനേറ്റ്ലി മെഷീൻ ലേണിംഗ് പ്രൊഫഷണൽ ആയിട്ട് എടുക്കണവനില്ല. അപ്പൊ പിന്നെ അവൻ അതായത് മെഷീൻ ലേണിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് പ്രൊഡ്യൂസിങ് മോർ മന്ദബുദ്ധീസ്. എവിടെ കിട്ടിയ അപ്പൊ ഒരു സംഭവം ചോദിക്കട്ടെ. അപ്പൊ ഇൻഡിവിജ്വലി അങ്ങനെ കാണിക്കുവാണെങ്കിൽ ഇൻഡിവിജ്വലിനെ അറ്റാക്ക് ചെയ്യാണ്ട് കാറ്റഗറിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാല് അത് അതിന് ഡാമേജ് വൈഡ് ഏരിയ ആയിരിക്കില്ലേ അല്ല ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ ഇൻഡിവിജ്വലിനെ അറ്റാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 1000 പേരെ ഒരേ അഭിപ്രായം പറഞ്ഞാൽ 1000 പേരെ ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യൂ. കാറ്റഗറി ആണെങ്കിൽ ഫ്രീ ആയിട്ട് 1000 പേരെ കിട്ടുമല്ലോ. അല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ചെല്ലുമ്പോ നീ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറഞ്ഞ എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡിവിജ്വൽ അറ്റാക്ക് ആണോ അത് കാറ്റഗറി അറ്റാക്ക് ആണോ? കാറ്റഗറി അല്ലേ. ഇനി പോട്ടെ, നീ ചാണകച്ചങ്കിയാണ്, അപ്പൊ അതെന്താണ്? അപ്പൊ എനിക്കിപ്പോ സംഖ്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊരു സെക്കൻഡ് ഇതില്ലല്ലോ, എനിക്കൊരു അപമാനമായിട്ട് തോന്നുന്നില്ല. ഞാനത് ഇതാണ് കാരണം. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേശീയ ചിന്താഗതി ഇതൊക്കെ വരാൻ എന്റെ RSS ആയിട്ടുള്ള അസോസിയേഷനാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ എനിക്ക് അതിലൊരു മടിയില്ല. അപ്പൊ ഞാൻ തിരിച്ചു പറയും. അപ്പൊ ഞാൻ തിരിച്ചറ്റാക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് വേദന എടുക്കും. മനസ്സിലായി? അപ്പൊ കാറ്റഗറി അറ്റാക്ക് അല്ലെങ്കിൽ നിങ്ങൾ 7-8 കാറ്റഗറീനെ അറ്റാക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞ കേരളത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്രിസ്ത്യൻ, ഓക്കെ, മധ്യ കേരള അച്ചായന്മാരാണ് കേരളത്തിന്റെ, ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിലുള്ളത് കേരളത്തിന്റെ സാംസ്കാരിക ബോധം തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഇവന്മാരുടെ വിശ്വാസത്തിന് മറ്റേനിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ കുറെ അറ്റാക്ക് ഇല്ലാണ്ടാവും. ഇനിയിപ്പോ അവരുടെ പള്ളി ഇപ്പൊ മാർത്തോമക്കാരാണോ സുപ്പീരിയർ, സിറിയാനികളാണോ സുപ്പീരിയർ, ഇങ്ങനത്തെ സാധനങ്ങളുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ ചിലർ ക്ലെയിം ചെയ്യും ഞങ്ങൾ തോമസ് ലീഗ മതം മാറിയതാണ്. അപ്പൊ നോക്കുമ്പോൾ അവനെ കണ്ടു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ചെത്തുകാരന്റെ ലുക്ക് ആയിരിക്കും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യും. ഇവിടെ കിട്ടിയ അപ്പൊ അതങ്ങനെ. ഇനിയിപ്പോ മുസ്ലിംസ് ആണ്. അപ്പൊ മുസ്ലിംസിന്റെ അവരുടെ വിശ്വാസ സംഹിതനെ മറ്റേ കൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മുസ്ലിംസിനെ മോബായിട്ട് അറ്റാക്ക് ചെയ്യുന്നുള്ളൂ. അവർക്ക് ഒറ്റയ്ക്ക് അതിനുള്ള ഐഡിയോളജിക്കൽ പവർ ഇല്ല പണ്ട്. പക്ഷെ ഇപ്പൊ അവര് കുറച്ചും കൂടിയൊക്കെ ഈ മറ്റേ എന്താ പറയാ ആക്രമണ ജിഹാദിൽ നിന്ന് സോഫ്റ്റ് ജിഹാദ് ആയി കഴിഞ്ഞപ്പോ അവരും പഠിച്ചു ഗെയിം. മനസ്സിലായില്ലേ? അപ്പൊ അവർക്കും ഒരു ഗെയിം ഉണ്ട്. അപ്പൊ അതാണ് ഒരു സ്ട്രാറ്റജി. അപ്പോൾ ഈഴവാസ് പൊതുവെ മുസ്ലിംസ് ആയിട്ടും നായന്മാര് പൊതുവെ ക്രിസ്ത്യൻസ് ആയിട്ടാണ് അലൈൻമെന്റ്. അപ്പൊ ഇവരെ ഡീൽ ചെയ്യാൻ എളുപ്പമാണ്. മനസ്സിലായില്ലേ? പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ മറ്റേ എന്താ പറയാ ഈ ജാതീയ വർഷാബോധം സ്വയമുള്ളവരായിരിക്കും. അപ്പൊ അവരെ നമുക്ക് ആ അറ്റാക്കിന് ഇത് ചെയ്യാം. അപ്പോ പിന്നെ കുറെ IIT അങ്ങനെ ഒരു 12 കാറ്റഗറി അറ്റാക്ക് ചെയ്താൽ മതി. മറ്റേതാണെങ്കിൽ 1200 വരെ അറ്റാക്ക് ചെയ്യണം. നടക്കുവോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ നമ്മൊരു ഫ്ലോറില് ഒരു കാറ്റഗറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശത്രുവായിട്ട് ഒരാളുണ്ടായിരുന്നത് ഒറ്റയടിക്ക് 100 പേരാവൂലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, എവരി ക്രിസ്ത്യൻ ആൻഡ് എവരി മുസ്ലിം ഓൺ എവരി കമ്പനി ഫ്ലോർ ഈസ് എൻ ഇംപ്ലിസിറ്റ് ശത്രു ഫോർ എവരി ഹിന്ദു. അതറിഞ്ഞൂടെ? അവന്റെ ഉള്ളിലിരിപ്പ് അതാണ്. ഇപ്പൊ നിങ്ങളൊരു ലാറ്റിൻ കാത്തലിക് അതിനർത്ഥം ലാറ്റിൻ കാത്തലിക്സ് നല്ല ആൾക്കാരിലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതേപോലെ മുസ്ലിംസിന്റെ ഇടയിലൊന്നും. അതൊക്കെ സോഷ്യോ കൾച്ചറിൽ നിന്ന് കിട്ടിയേക്കുന്നതാണ്. റിലീജിയോസിറ്റി ഫീലിംഗ് ഉള്ള ഒരുത്തൻ ന്യൂനപക്ഷ ഇപ്പൊ ന്യൂനപക്ഷം എന്നൊക്കെ പറഞ്ഞ അന്ന് 1992 ഹിന്ദു ആണെങ്കിൽ ജോലിക്ക് വരണ്ടെന്ന് മാതൃഭൂമിയിലെ പത്രങ്ങളിൽ പരസ്യം ഉണ്ടാവുന്നു. ഇതൊക്കെ കണ്ടാ ഞാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലായ? അതായത് ഞാൻ എല്ലാ സ്ഥലത്തും എന്റെ ഹിന്ദു ഐഡന്റിറ്റി ഇൻഫീരിയർ ആണെന്ന് സമ്മതിക്കണം എന്നുള്ള രീതിയിലാണ് ഇവരുടെ പരിപാടി. അത് എന്റെ കുഴപ്പമില്ല. സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇല്ലേ, അതായത് മറ്റേ ഇന്ത്യയുടെ പ്രസിഡന്റ്, അയാൾ പണ്ട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുമ്പോൾ അയാൾ അത് ബേസ് ചെയ്തുകൊണ്ടാണ് അയാൾ ഇന്ത്യൻ ഫിലോസഫി ഇത്രയും വലിയ ആളായത്. ഇവിടെ കിട്ടിയ അപ്പോ നിങ്ങൾക്ക് എതിരെ ഉള്ളൊരു കൾച്ചറൽ അറ്റാക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നില്ല. മനസ്സിലായ? അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ പിന്നെ ഇപ്പൊ ശബരിമല വിവാദം ഞാൻ നോക്കുമ്പോ ഹൈന്ദവ പിള്ളേര് ഓഫീസിലോട്ട് വരുന്നു, അവരെ ഇട്ടടിക്കുന്നു. അതിന്റെ കൂടെ RSSകാർ പോലും ചേരുന്നു. അവരുടെ പ്രഷർ കാരണം അവർക്ക് നേരിടാൻ പറ്റാത്തതുകൊണ്ട്. നിങ്ങൾക്ക് മനസ്സിലായ? അപ്പൊ ആ പിള്ളേരുടെ പിന്നെ ഞാൻ ഓരോ ഫ്ലോറിലും പോയി തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്യുമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ കേരളത്തിലൊരു ഹൈന്ദവ ബാലനെ എടുത്ത് നോക്കിക്കോ, അവൻ അണ്ടർ കോൺഫിഡന്റ് ആയിരിക്കും.
ഇനി ഇല്ലാത്തവനാണെങ്കിൽ അവൻ പൊളിറ്റിക്കൽ ബാക്കിങ്ങിനുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് അവന്റെ അസ്തിത്വം തുറന്നു പറയാനുള്ള ഒരു ഫ്ലോറ് അപ്പൊ നമ്മൾ വിചാരിക്കും മറ്റു സ്റ്റേറ്റിലുള്ളത്, മറ്റു സ്റ്റേറ്റിൽ അതിലും വേഴ്സാ, ലെഫ്റ്റിസ്റ്റുകളും മറ്റവരൊക്കെ ഇരിക്കണേ. അപ്പോ അതായത് നമ്മുടെ വിശ്വാസ സംഹിതകളെ അടിച്ചമർത്തി മറ്റുള്ളവരുടെ സാധനങ്ങളെ നമ്മൾ പൊക്കി പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ധൈര്യമില്ലായ്മ ആദ്യകാലങ്ങളിൽ ഹൈന്ദവർക്കും ഇപ്പൊ അത് ക്രിസ്ത്യാനികൾക്കും കാക്കാമാർക്കും ഒക്കെ വെച്ചിട്ടുണ്ട്. സെക്കുലറിസം എന്ന് പറഞ്ഞിട്ട് സ്റ്റെയിൽമേറ്റ് ആണ് എല്ലായിടത്തും ഇവിടെ കിട്ടിയ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ നിങ്ങള് ആ മിഡിൽ ക്ലാസ് ലെവലിലെങ്കിലും അത് നേരിട്ടില്ലെങ്കിൽ സ്ട്രീറ്റിൽ നേരിടാൻ പറ്റിയില്ല. കാരണം മസിൽ പവർ ഇതുണ്ട്. ഹയസ്റ്റ് ലെവലിൽ ഇത് ഇല്ലതാനും അവർ വേറെ ലെവലിലായിരിക്കും ചിന്തിക്കണേ. ഇപ്പൊ ആൾക്കാർ പറയും വലിയ സെക്യുലേഴ്സ്, എന്തിനാണ് ഈ അദാനിയും അംബാനിയും ഒന്നും ഇന്ത്യ വിട്ട് ബിസിനസ് ചെയ്യാത്തത്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ അദാനിയും അംബാനി ഹിന്ദു ആയതുകൊണ്ട് അറ്റാക്ക് ചെയ്യണേ. യൂസഫ് അലിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, മണർക്കാട് പാപ്പിന് കാശുണ്ടായവർക്ക് കുഴപ്പമില്ല. ഇവിടെ കിട്ടിയ അപ്പൊ പിന്നെ അവരും അവരുടെ ഇത് നോക്കൂലേ, മനസ്സിലായ? അപ്പൊ ഈ ടൈപ്പ് അപ്പൊ മറ്റേ അല്ലാണ്ട് യു എസിൽ ഇരിക്കണവർക്ക് അദാനിക്കെതിരെയൊക്കെ കേസ് കൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ ആൾക്കാർ കിടന്ന് വെച്ചെടുക്കണ എന്തിനാ? ക്യാപിറ്റലിസത്തിന്റെ ABDC അറിയാത്തവരെ ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കോ, ലാസ്റ്റ് 20 കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവൻ ഗ്രാസ് റൂട്ട് ബിസിനസ്സിൽ കേരളത്തിൽ വിജയിച്ചിട്ടുണ്ടോ? ഗ്രാസ് റൂട്ട് ബിസിനസ്സിൽ വിജയിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ എന്നാ ചെയ്യാനാ? അപ്പൊ ഇത് ആരെങ്കിലും പറയണ്ടേ? കാരണം അത് 90കളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നും കാണൂല ആൾക്കാര്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതൊക്കെ ഞാൻ പറയട്ടെ, ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ളത് ആളില്ലെങ്കിൽ പോലും അതൊരു ഐഡിയോളജി ആയിട്ട് കമ്മ്യൂണിസം മാതിരി എല്ലായിടത്തും ഉണ്ട്. ഒരു പൊളിറ്റിക്കൽ ഇപ്പൊ ക്രിസ്ത്യൻസ് ആണല്ലോ കേരളത്തിൽ ആദ്യമായിട്ട് കാണിച്ചു തന്നെ. അതായത് സംഘടിത മതശക്തി. ഇപ്പൊ ശരിക്കും ക്രിസ്ത്യൻസ് എന്താണോ ചെയ്തത് അത് സ്റ്റെറോയിഡ്സിൽ മുസ്ലിംസ് ചെയ്യുന്നതാണ് കേരളത്തിന്റെ ദുർഗതി. മനസ്സിലായ? അവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മതേതരത്വ വിരുദ്ധ. ഇപ്പൊ ലാസ്റ്റ് എന്ത് പറ്റി? ഈ മൊനമ്പം വിഷയവും മറ്റേ ഹാഗ സോഫിയയും മറ്റേ കൊളംബോ ബോംബ്ലാസ്റ്റ് ഒക്കെ വന്നപ്പോ ക്രിസ്ത്യൻസിന് മനസ്സിലായി ന്യൂനപക്ഷങ്ങളിലെ ഭൂരിപക്ഷത്തിന് മാത്രമേ അവിടെ പ്രസക്തിയുള്ളൂ എന്ന്. അതാണ് കേരളത്തിന് പിന്നെ ഒരു ബാലൻസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ, ചിലപ്പോ ഞാൻ പറയട്ടെ, നിങ്ങൾ നോക്കിക്കോ, ഇന്ത്യയിൽ എവിടെയൊക്കെ ബ്രാഹ്മണ വിരോധം ഉണ്ടോ അവിടെ ഇന്ത്യ ഇതാവുണ്ട്. ഇപ്പൊ പഞ്ചാബിൽ അത് കൾട്ടിവേറ്റ് ചെയ്തിട്ടാണ് അവിടെ കൺവേർഷന് വേണ്ടി ഭയങ്കര റാക്കറ്റൊക്കെ. അപ്പോ ഇപ്പൊ ബ്രാഹ്മണിക്കൽ ഹെജിമണി മറ്റേ ആ നമ്പൂതിരിയുടെ ഒക്കെ. അപ്പൊ ഇങ്ങനത്തെ ലെവലില് ഹിന്ദുക്കൾ തന്നെ അതിന്റെ കൂടെ നിൽക്കുക. അപ്പൊ ദേ ആർ ഗള്ളിബിൾ ഫൂൾസ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹിന്ദുവിന്റെ മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കേണ്ട കാര്യം എന്താണ് ലാലെ? ഒന്ന് പറഞ്ഞു നോക്കി. അപ്പൊ ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, മയക്കുമരുന്ന് കേസ് നോക്കിക്കോ, അവിടെ എപ്പോഴും ഒരു ഹിന്ദു പെണ്ണുണ്ടാവും. റസാക്ക് എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവണം. ചിലപ്പോൾ ഒരു ബാലകൃഷ്ണനെ കൊണ്ട് അവർ അതിനുള്ള ഫിറ്റ് ചെയ്യും. ഇതിപ്പോ തുടങ്ങിയതല്ല. അപ്പൊ ഇങ്ങനെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ നിങ്ങൾ ജീവിക്കുമ്പോ നിങ്ങൾ ഓൾറെഡി ഡേഞ്ചറിലാണ്. നിങ്ങളുടെ അപ്പുറത്തിരിക്കണം. നിങ്ങൾ ഓഡ്സ് നിങ്ങൾക്ക് സ്റ്റാക്കഡ് ആണ്. നിങ്ങൾ മാനേജഡ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ ഞങ്ങൾ പറയുന്ന ചട്ടക്കൂടിൽ നീ ജീവിച്ചു പോയിക്കോ, അല്ലെങ്കിൽ നീ ഇതാണെന്ന് ഇരിക്കണ സ്ഥലത്ത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതുണ്ടായ പിന്നെ എന്ത് ചെയ്യും പറയും. ശബരിമല വിവാദം തന്നെ എടുക്കാം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എനിക്ക് കൗണ്ടർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാളെ എന്റെ മോൻ വരുമ്പോഴും ഇത് തന്നെയല്ല സ്ഥിതി. സെക്കുലറിസം എന്ന പേരില് ഇന്ത്യ ഇപ്പൊ ഈ വഖഫ് വിവാദമൊക്കെ ഇപ്പല്ലേ ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലായേ. നമുക്ക് ഈ കോൺഗ്രസ്സുകാർ ചെയ്തു വെച്ചേക്കുന്നത് 90 കൊല്ലത്തെ നമുക്കറിയാലോ, മനസ്സിലായില്ലേ? അപ്പൊ എന്നിട്ടും ഇതിനെതിരെ അപ്പോഴും പള്ളിയിലെ അച്ഛന്മാർക്ക് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ ഞാൻ ബ്ലണ്ട് ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്യാൻ ഞാനൊരു സ്ട്രാറ്റജി പറഞ്ഞുതരാം. നിങ്ങൾ പോയി അവരോട് ഉമ്മൻചാണ്ടിയെ മദർ തെരേസനെ ഒന്ന് ഇകഴ്ത്തി പറയാം. അപ്പൊ അവർ അപ്സെറ്റ് ആവും. അടുത്തത് ഉമ്മൻചാണ്ടിനെ പറയാം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിനെ പറയാം, അവർ അപ്സെറ്റ് ആവും.
അപ്പൊ ഞാൻ ഒറ്റ കാര്യം പറയാറുള്ളൂ, ഞാൻ ഉമ്മൻചാണ്ടിനെ അംഗീകരിക്കാം, നീ വീർ സവർക്കറിനെ അംഗീകരിക്കും, അവരുടെ കൈ വിറയ്ക്കും, പറ്റില്ല. അപ്പൊ അവർക്ക് ബീഫ് തിന്നണം, പോർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേനെടുക്കും. അതെന്ത് ബീഫ് അവർക്ക് തിന്നാം, പോർക്ക് നമ്മൾ ചോദിക്കുമ്പോ വേനെടുക്കണം, അതെന്ത് ഇരട്ടത്താപ്പാ? നിങ്ങൾക്ക് മനസ്സിലായി? അത് നോമാക്കിയെന്ന്, ഇൻസ്റ്റിറ്റ്യൂഷണൽ നോമാക്കി. അപ്പൊ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പരിധിക്കെതിരെ ഒരു ഇന്റലക്ച്വൽ ഫെയർ ബാറ്റിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ പാരിറ്റി വേണം, വേണ്ടേ? നിങ്ങൾക്ക് പാരിറ്റി തരാവുന്ന ഫോഴ്സസ് ആണ് പവറിലിരിക്കുന്നതും സോഷ്യൽ സെറ്റപ്പ് ആണ്. ഇപ്പൊ നിങ്ങളുടെ കൂടെയുള്ളവർ, ഇപ്പൊ ശബരിമല വിവാദത്തിന് ഞാൻ കൗണ്ടർ അറ്റാക്ക് ചെയ്തപ്പോ എന്നെ ഏറ്റവും കൂടുതൽ എതിർത്തത് RSSകാരാണ്. കാരണം അവന് രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, അവന് ഫ്ലെയർ അപ്പ് ഉണ്ടാവും എന്നുള്ള പേടി. രണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവന് അവൻ ചെയ്യാൻ പറ്റാത്തത് ഞാൻ ചെയ്യുന്നതിന്റെ അസൂയ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിടാൻ പറ്റിയാലല്ലേ ആ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്ത് നിങ്ങളൊരു ഒന്നാം കിട പൗരനാവണമെന്നുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യണമെന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ? അപ്പൊ ഈ ഈഴവ നായർ സമുദായങ്ങളിൽ ഇരിക്കുന്ന നേതാക്കന്മാർക്കൊന്നും ഈഴവരെ കമ്മ്യൂണിസം പറഞ്ഞു പറ്റിച്ച്, നായന്മാർക്കാണെങ്കിൽ ശരിക്കും നായന്മാരാണ് ആധുനിക കേരളത്തിന്റെ സൃഷ്ടകർത്താക്കൾ എന്നാണ് ഞാൻ വിചാരിക്കണേ. പക്ഷെ അവർക്ക് അത് ഇൻഹെറിറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഹൈന്ദവ പക്ഷത്തു നിന്ന് റെസിസ്റ്റൻസ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഉണ്ടെങ്കിൽ തന്നെ അത് രാഷ്ട്രീയ തലത്തിലുള്ളൂ, സാമൂഹ്യ തലത്തിൽ റെസിസ്റ്റൻസ് ഇല്ല. അപ്പൊ ഞാൻ എന്റെ ബ്ലോഗിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ഇസ് എ സോഷ്യൽ പ്രോബ്ലം എന്ന് എഴുതിയപ്പോ അതൊരു കണ്ടുകൊടുത്തു വരുന്നത് പലർക്കും. അത് തന്നെയാണ് പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി. ഇപ്പൊക്കെ കുറച്ച് ഇതുണ്ട്. പണ്ടെങ്ങനെ ഇതില് പേര് ബിജു മറ്റേ സാബു എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവര് ഏത് ഇടവകയിലാന്ന് ചോദിക്കും. അവർക്ക് ഇടവകയിലെ കഥ പറഞ്ഞാൽ മതി. ഏത് എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന് പോലും. അപ്പൊ അങ്ങനെ ഒരു പോളറൈസ്ഡ് സിറ്റുവേഷനിലാണ് ഇപ്പൊ ഞാൻ ഇൻഡസ്ട്രി കാരണം വെച്ചാൽ 93-ലാണ്. ഇവിടെ രാമജന്മഭൂമി ബാബറി മസ്ജിദിന്റെ ഫ്ലെയർ അപ്പിന്റെ കാലഘട്ടത്തിലാണ് ഇവിടെ ഇട്ട. അപ്പൊ എനിക്കൊക്കെ ആദ്യം അത്ഭുതമായിരുന്നു. അതിന്റെ ഇടയിലും അതിനർത്ഥം എനിക്ക് എല്ലാ മുസ്ലിംസായിട്ട് എനിക്ക് പറ്റില്ല. അത് നമുക്ക് എക്കണോമിക് കോപ്പറേഷൻ ആവല്ലോ. അതായത് നമുക്ക് ആരായിട്ടും ഫൈറ്റ് വേണ്ട, പക്ഷെ കാറ്റഗറി അറ്റാക്ക് ഇങ്ങോട്ട് വരുമ്പോ തിരിച്ച് കാറ്റഗറി അറ്റാക്കിലാണ് നമ്മൾ എങ്ങനെ ചെയ്യും? നിങ്ങൾ ഫ്ലോറിൽ കയറുമ്പോ തന്നെ അറ്റാക്ക് വന്നു കഴിഞ്ഞു. അതായത് ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താൻ ചന്ദനം മറിച്ചതല്ലേ? കാരണം ചന്ദനം തേട്ടാ അവൻ BJP ആണെന്നുള്ള ഇത് വന്നു തുടങ്ങി. അതായത് നിങ്ങൾ പൊട്ടൻഷ്യലി നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാൻ ചെയ്യുന്നത് നിങ്ങൾ BJP എന്ന ആൾറെഡി ഇത് കൊത്തും. അപ്പൊ അതിന് മടിയുള്ളതും ഉള്ളതാണെങ്കിൽ എന്ത് ചെയ്യും? അല്ല, അത് വേറെ രീതി പറഞ്ഞ. അതായത് ഇപ്പൊ സ്വച്ഛ് ഭാരത് ഇനിഷ്യേറ്റീവ് ഒക്കെ ഉണ്ടായില്ലേ 2014 കളമശ്ശേരിയില് SCMS ബാർ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ കേരളത്തിലൊരു പ്രമുഖ ബുദ്ധിജീവി, ഇപ്പോഴേ അഭിപ്രായമൊക്കെ വേറെയാണ്, പക്ഷെ അന്ന് ഈ സ്വച്ഛ് ഭാരതിനെ ഇപ്പൊ ഈ പോട്ട്ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുക. അതായത് കേരളക്കാർക്ക് വൃത്തിയുണ്ട്, ഹിന്ദിക്കാർക്ക് വൃത്തിയില്ല. ഇവരുടെ ഇതെന്ന് പറയുക ഹിന്ദി ഹിന്ദു അങ്ങനെ ആക്കിയിട്ട് ഒരു ഹിന്ദിക്കാരൊക്കെ BJPക്ക് വോട്ട് ചെയ്യണവർ, അതുകൊണ്ട് അധമന്മാര് ബുദ്ധിയില്ലാത്തവരെന്നൊക്കെ ഒരു നറേറ്റീവ് ഉണ്ടല്ലോ കേരളത്തില്. കേരളം പ്രബുദ്ധമാണ്. പണ്ട് പറഞ്ഞു സിനിമക്കാർക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. അവർക്ക് അണ്ണാക്കി തന്നെ കൊടുത്തു സുരേഷ് ഗോപി മറ്റേതൊക്കെ. അതായത് MGRനെയൊക്കെ കളിയാക്കുമായിരുന്നു. ഇപ്പൊ മമ്മൂട്ടിക്കും മോഹൻലാലിനൊക്കെ ഇവര് കാണിക്കുന്ന തല്ലുകൊടുത്തൊന്നും അതിലും അതല്ലേ. ഇത് പ്രൈം മിനിസ്റ്ററിന് വോട്ട് ചെയ്തില്ല, അയാള് പിന്നെ നല്ലൊരു മനുഷ്യനായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഈ ടൈപ്പ് ഇങ്ങനെ അപ്പൊ ഈ മന്ദബുദ്ധിത്തരം വെച്ചിട്ട് വെസ്റ്റിൽ പോയാൽ അവിടെ പിന്നെ വേലക്കാരനല്ലാതെ അതിന് മുകളിൽ ഒരു പണിയെടുക്കാൻ പറ്റൂല അല്ലെ? ഒന്ന് പറഞ്ഞു പറ്റില്ല. അവർക്ക് ആ ഇന്റലക്ട് ഉണ്ടാവില്ല. ഞാൻ എഴുതിത്തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലാഷ് ഓഫ് ബ്രില്യൻസ് ഇൻ 1 ഏരിയ കാണിക്കാൻ പറ്റും. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ ചുറ്റുമൊന്നും മറ്റേ മോഡിയെ കുറ്റം പറയുന്ന ആൾക്കാരൊന്നും കണ്ടാൽ അത്ര മന്ദബുദ്ധികളെ കുറ്റം പറയുള്ളൂ. അതുകൊണ്ട് എനിക്കൊന്നും കേൾക്കേണ്ട വരില്ല. അപ്പൊ എനിക്ക് വലിയൊരു റൂള് പറയണേ, പ്രസീദ് പറയുന്ന രീതിയിലുള്ള വർഗീയത ഒന്നും ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ നീ മിക്ക സ്ഥലത്തും സിഗ്നിഫിക്കൻറ്റ് സ്ഥലത്തും നീ എന്റെ കൂടെ അല്ലേ തന്നെ. അപ്പൊ ഞാൻ പോകുന്ന സർക്കിളിൽ എന്നെ അറിയാവുന്നവര് ഇതൊന്നും എടുത്തിടാത്തോണ്ടാണ് നീ കേൾക്കാത്ത. മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനൊരു
ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ഇപ്പൊ ഇങ്ങനെ വരുമ്പോഴാണല്ലോ അത് വേറെ കാര്യം പറഞ്ഞുതരാം. ഇപ്പോ നിങ്ങൾ ഏത് കമ്പനിയെ നോക്കിക്കോ, HR നോക്കിക്കോ, മെജോറിറ്റി ക്രിസ്ത്യൻസ് ആയിരിക്കും. ചില കമ്പനികളിലൊക്കെ RS-കാരാണെങ്കിൽ നിങ്ങൾക്ക് കയറാൻ പോലും പറ്റില്ല. അവിടെ ഇങ്ങനെ ഒരു പടക തടഞ്ഞു. ഇപ്പൊ മാറിയിട്ടുണ്ടോ? ചിലപ്പോ മറ്റേ കാസയും മറ്റേതൊക്കെ വന്നപ്പോ. പണ്ട് അങ്ങനെയായിരുന്നു. ഞാൻ ആദ്യം അത് വിശ്വസിച്ചില്ല. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പലപ്പോഴും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനർത്ഥമല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ ലൈഫിൽ സിഗ്നിഫിക്കന്റ് റോൾ പ്ലേ ചെയ്തേക്കുന്ന ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ തന്നെയാണ്. കാരണം കേരളത്തിലാകുമ്പോൾ ഒരു എക്കണോമിക്കലി സിഗ്നിഫിക്കന്റ് ആണ് ഇത് ചെയ്യണം. അപ്പൊ അതൊരു മ്യൂച്വൽ റെസ്പെക്ടിന്റെ പേരിൽ ആ സിറ്റിസൺ എങ്ങനെ എക്കണോമിക് ഓഡ്സ് സർക്കമെന്റ് ചെയ്യാന്നുള്ള ലെവലിലായിരിക്കണം. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ, മറ്റേ റംസാൻ ആകുമ്പോ ഏതെങ്കിലും ഒരു മുസ്ലിം പ്രാർത്ഥിക്കാണ്ട് കഴിഞ്ഞാൽ എന്താ പള്ളിയിൽ പോയി കൂടെ എന്നൊക്കെ ചോദിച്ച് ഇത് പറയാം. ഞാനത് പറയാറില്ല. അതായത് ഐ നെവർ ഡീൽ വിത്ത്, എന്താ പറയാ, ഐ ലൈക്ക് ബാഡ് മുസ്ലിംസ്, ഐ ഡോണ്ട് ലൈക്ക് ഗുഡ് മുസ്ലിംസ്. കാരണം ഗുഡ് മുസ്ലിംസിന്റെ കുഴപ്പം ചെയ്യാൻ അവന്റെ പാൻറ് ചെയ്യുന്ന സമയത്ത് ഇറക്കം കുറയും, നീതിമാനൊക്കെ ആയിരിക്കും. പക്ഷെ ബാഡ് മുസ്ലിം ആവുന്ന ചില പ്രഡിക്റ്റബിളാ, വെള്ളം കടിക്കുന്ന ഇത് നമ്മളെ മാതിരി ഇരിക്കും. അതേമാതിരി ബൈബിൾ ക്രിസ്ത്യൻസ് ആയിട്ടും എനിക്ക് ഭയങ്കര ഇതുണ്ട്. എല്ലാത്ത ജോവിയൽ ക്രിസ്ത്യൻസ് ഉണ്ടല്ലോ, ഡീൽ ചെയ്യാലോ. അപ്പൊ നമ്മളും ഇത് ചെയ്യുന്നില്ലേ? അപ്പൊ സെക്കുലറിസം എന്ന് പറഞ്ഞൊരു ആൾവേ ട്രാഫിക്കാണ്. അതൊരു വലിയ സ്നോബറിയാ. അപ്പൊ അതിനൊന്നും ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത ഈ ആൾക്കാര് സോഷ്യൽ ലെവലിൽ വന്ന് ഈ ഹൈന്ദവരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യിക്കലാണ് കേരളം. കേരളമല്ല, ഇന്ത്യ തന്നെ. മനസ്സിലായ? അപ്പൊ അങ്ങനെയുള്ളപ്പോ കാറ്റഗറി അറ്റാക്ക് അല്ലാതെ വേറെ എന്താണ് വഴിയുള്ളത്? എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് അപ്പൊ എന്ത് വെച്ചാല്, ഓക്കെ, എവിടെയെങ്കിലും സെർബിയയിലൊക്കെ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാല്, മറ്റേ ബോസ്നിയയിലൊക്കെ കാക്കാമാരുടെ കൈയും കാലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് അറിയിക്കുക. ഇനി മറ്റേ ഈ പിന്നെ ക്രിസ്ത്യൻസിന് അങ്ങനെ ഒരു ഫണ്ടമെന്റലിസ്റ്റ് കൺട്രി ഇല്ല. അവരെ വിചാരം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് മുഴുവൻ ക്രിസ്ത്യനാണെന്നാണ്. പക്ഷെ അവരെ വെസ്റ്റ് മുഴുവൻ ഇസ്ലാമൈസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതായിരുന്നു ഞാൻ പഠിപ്പിച്ചിരുന്നത് ഫ്രം ഇയർ 2005 ഓൺവേർഡ്സ്. അപ്പൊ സ്പൈഡേഴ്സ് ഓഫ് അള്ളാ ആർ അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്, സൂൺ ദേ ആർ ഇൻ കറാച്ചി, സൂൺ ദേ വിൽ ബി ഇൻ കോട്ടയം. ഇതൊക്കെ മനസ്സിലായില്ലേ? അപ്പൊ അന്ന് അപ്പൊ ഇവരുടെ വർഗീയത തന്നെ എങ്ങനെയാണെന്ന് അറിയാമോ? ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ വന്ന് BJPയുടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു വേൾഡ് കപ്പില് സുരേഷ് റൈന അപ്പിഷ് ബോൾ അടിച്ചപ്പോ മിസ് ഹിറ്റ് കാരണം അയാൾ ഔട്ടായി. ഒരുത്തം 2-3 പേരണേ അവന്റെ വിചാരം എന്താ, ഈ ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ BJP-കാരൻ അവനെയൊക്കെ നശിപ്പിച്ച വെസ്റ്റ് ഇൻഡീസുകാരനെയൊക്കെ തോണ്ടാൻ പോണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ കാൽക്കുലസ് കണ്ടുപിടിച്ച് ഇരിഞ്ഞാലക്കുടയിലാന്ന് പറഞ്ഞ് തിരിച്ചു വേണ്ടി. അപ്പൊ അവന്മാർക്ക് മാത്തമാറ്റിക്സിനെ കുറിച്ചൊന്നും പറയാനും അറിഞ്ഞൂടാ. എനിക്ക് മനസ്സിലായ? അപ്പൊ ഈ ടൈപ്പ്, അതായത് ഹൈന്ദവരെ വളരെ പുച്ഛത്തോടെ കാണുന്ന ഒരു മനോഭാവം ന്യൂനപക്ഷങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മറ്റേ ഈ എന്താ പറയാ നമ്മുടെ മുസ്ലിംസിനും സ്വയം ഹൈന്ദവർക്കും കൂടി വന്നാലേ ഉള്ള ഒരു സ്ഥലത്ത് എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ RSS തന്നെ 2 രീതിയിലുണ്ട്. ഐഡിയോളജിക്കൽ RSS ഉണ്ടാവും, ഈ മുസ്ലിങ്ങളുടെയും മറ്റേ ക്രിസ്ത്യാനികളുടെ പൊറുതി മുട്ടിയിട്ടുള്ള RSS ഉണ്ട്. അവരാണ് ഭൂരിപക്ഷം. അപ്പൊ അവർക്കും ലോ സെൽഫ് എസ്റ്റീം ഉണ്ട്. ഐഡിയോളജിക്കൽ RSS വേണമല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ ഐഡിയോളജി ആയിട്ട് ബന്ധമുള്ളത്. അപ്പൊ ഈ ഇങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ട്. അപ്പൊ ഈ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റിലെ സ്റ്റാൻഡേർഡ് നറേറ്റീവില് പുതച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ മക്കളുടെ മറ്റേ ഇതിന്റെ ഉള്ളോട്ട് സസ്റ്റൈനബിൾ ആയിട്ട് ഭക്ഷണം എത്തിക്കും? നിങ്ങൾ മാത്രമല്ലല്ലോ, ഇപ്പൊ അപ്പുറത്തിരിക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടേ. അതിനാണ് മെന്ററിങ്ങും മറ്റേതൊക്കെ തുടങ്ങണം. ഇപ്പൊ വേദാന്തത്തെ കുറിച്ച് തുറന്നു പറയാൻ പറ്റുന്ന ഏക ഗ്രൂപ്പ് ഇതാ. നിങ്ങൾ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽ വേദാന്തം പറയാൻ പറ്റുമോ? അപ്പൊ ആ ഒരു ബൗദ്ധിക നിലവാര ചോർച്ചയുണ്ട്. അതാണ് ബിഗസ്റ്റ്. അപ്പൊ എന്ന് വെച്ചാൽ ലോ സെൽഫ് എസ്റ്റീമിലോട്ട് പോകുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരാളോട് ഒരു 10 ഇന്ത്യൻ ഇന്റലക്ച്വൽസിനെ പറയാൻ ഒറ്റണത്തിന് അറിയാൻ പറ്റില്ലായിരിക്കും, വെസ്റ്റാണോ അറിയാനില്ല. അപ്പൊ പിന്നെ എന്താണ് ഇപ്പൊ അവർ ലോകത്തോട് എന്താണ് സംവേദനം ചെയ്യണം? അവരുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഈ മൈക്രോസോഫ്റ്റിന്റെ ഒരാൾ വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഗൂഗിളിൽ വർക്ക് ചെയ്ത്, അതിന്റെ ലാബ്, അതിന്റെ ഡിവിഷൻസ് അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ബോദർ ചെയ്തുകൊണ്ടാണല്ലോ പറ്റിയത്. നിങ്ങൾക്ക് മനസ്സിലായേ?
അപ്പൊ ആ ഒരു ലെവലിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെമോക്രസി ആണെങ്കിലും അതെ, എല്ലാം നമ്മൾ ഫൈറ്റ് ചെയ്ത് നേടണം. ഈ ന്യൂനപക്ഷ പീഡനമുണ്ട്, ദളിതിനെ ഇങ്ങനെയൊക്കെ ഈ കരയുന്ന ആൾക്കാരുടെ കുഴപ്പം എന്താ അറിയാമോ? അവര് അധികാരത്തിൽ വന്നു കഴിഞ്ഞാല് അവരെന്തിനു വേണ്ടിയാണ് കരയുന്നത്? അത് മറ്റുള്ളവർക്ക് കൊടുക്കൂല അവര്. എല്ലാവരും പിടി കിട്ടിയ അപ്പൊ ഇതാണ് ഇതിന്റെ കാര്യം. അപ്പൊ അത്രയും അങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോ അപ്പൊ അപ്പൊ നമ്മുടെ ബന്ധുക്കൾ തന്നെ എന്ത് ചെയ്യും? അവരുടെ ലോ സെൽഫ് കോൺഫിഡൻസ് ഇൻഫൈറ്റിങ്ങിന് ഇടവരും. റാറ്റ്സിൽ അതുണ്ട്. അപ്പൊ ഹിന്ദുക്കളുടെ ഇടയിൽ ഇൻഫൈറ്റിങ് വരുന്നത് അത് തന്നെ. മനസ്സിലായ? അപ്പൊ ഇതിനെന്താ പ്രോഗ്രാമിംഗ് ആയിട്ട് ബന്ധമുണ്ട്. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഐഡിയ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു ഗട്സ് വേണമല്ലോ. അതായത് ഇതാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇത് ചെയ്യാനുള്ള ആ സെൽഫ് എസ്റ്റീമും ആ സെൽഫ് റൈറ്റസ്നെസ് ഒക്കെ എവിടെ നിന്ന് ഉണ്ടാക്കും? നമ്മള് ഭയന്നാണ് കഴിയണമെങ്കിൽ അല്ലേ? ഇനി ഇതൊന്നും അറിയാത്ത ഒരാളെ ഇത് അറിയിക്കണ്ടേ? ഇപ്പൊ നമ്മുടെ മോഡസ് ഓപ്പറandi സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ് നറേറ്റീവ് അനുസരിച്ചിട്ടല്ല, സൊസൈറ്റിയിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്നുള്ളത് അറിഞ്ഞുപോയ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോ സിമിലർ സ്റ്റോറി ഒരു ക്രിസ്ത്യനോ മുസ്ലിമിനോ കമ്മ്യൂണിസ്റ്റുകാരനോ പറയാനുണ്ടാവും വേറെ എന്തെങ്കിലുമൊക്കെ. പക്ഷെ അവർക്ക് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അത് പറയാൻ. നമുക്ക് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല. പൊളിറ്റിക്കൽ അല്ല, സോഷ്യൽ ലെവലില്. അപ്പൊ ഇതാണ് അതിന്റെ കാര്യം. അപ്പൊ അത് എന്ത് ചെയ്യും? അല്ല, അപ്പൊ ഇതിനെ ഇതല്ലേ ഇപ്പൊ ഇത് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഇതൊരു ചെറിയ കാര്യമല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ബാർ ക്യാമ്പിൽ സ്വച്ഛ് ഭാരതിനെ അയാള് ഇത് ചെയ്യാണ്. അപ്പൊ ചെറിയാൻ ഫിലിപ്പിന്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ കണ്ടിരുന്നു, കേരളത്തിൽ 65 ലക്ഷം പേർക്ക് കക്കൂസില്ലാന്ന്. അപ്പൊ ഞാനത് എണീറ്റ് എന്ന് പറഞ്ഞു. അവിടെ ഇരിക്കണവര് അതെങ്ങനെയാ, ഞങ്ങളുടെ അവിടെ ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ 3 കിലോമീറ്റർ അല്ലോ, വയനാടും മറ്റിടത്തൊക്കെ പല സ്ഥലത്തൊക്കെ പോകണമെന്ന് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ലാസ്റ്റ് എനിക്ക് ഓഡിയൻസിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയപ്പോഴാണ് ആ ഒരു കൗണ്ടർ വ്യൂവിന് അവിടെ ക്രെഡിബിലിറ്റി കിട്ടിയത്. ശരത്തൊക്കെ ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിന്. അപ്പൊ പിടി കിട്ടിയല്ല അല്ലെ ശ്രീത്തെ. അപ്പൊ നിങ്ങൾ സംസാരിച്ച ഇതിപ്പോ എന്താ പ്രശ്നം വെച്ചാൽ പുതിയ ഇതൊക്കെ ക്യാൻ ഓഫ് ഫോംസ് പുറത്തേക്ക് ഇടുന്നതായിട്ട് വിചാരിക്കുക. അങ്ങനെയല്ല. പക്ഷേ ഇതല്ലെങ്കിൽ എന്ന് വെച്ചാല് നമ്മുടെ മക്കളോ ആരെങ്കിലും ഒക്കെ ഇത് ഒരുമിച്ച് ഹോൾസെയിൽ ആയിട്ട് ചെയ്യേണ്ടി വരൂ. ഇന്ത്യയില് ഞാനൊക്കെ ഉദ്ദേശിച്ച രീതിയിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ട് എന്നുള്ളത് ഇതിന്റെ തെളിവാണ് പിൽക്കാലത്ത് മോഡി ഗവൺമെന്റ് 3 പ്രാവശ്യം വന്നത്, BJPയുടെ. ശ്രീത്തെ പിടികിട്ടിയ അതായത് ഇന്ത്യയുടെ ജനങ്ങളുടെ ആസ്പിറേഷൻ അങ്ങോട്ടായി. ഈ മതേതരത്വം പറഞ്ഞ് മറ്റേ ജീവിക്കാൻ പറ്റാണ്ടാക്കി. ഹിന്ദുക്കളുടെ റെസിസ്റ്റൻസ് വർഗീയമെന്നും മറ്റവരുടെ സെൽഫ് പ്രൊട്ടക്ഷൻ ആയിട്ട് എടുത്തു. ഏത് തീവ്രവാദി ബോംബിങ്ങിനെ പോലും. മുംബൈ ബോംബിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ, മറ്റേ മുംബൈ 1993 ബ്ലാസ്റ്റ് കഴിഞ്ഞപ്പോ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാര് നീതി നടപ്പായി എന്നാ പറഞ്ഞേ. കാക്കന്മാര് ബോംബ് ചെയ്തപ്പോ ദാവൂദ് ഇബ്രാഹിമിന്റെ ഒക്കെ സഹായത്തോടെ. അപ്പൊ അതാണ് ഇവിടുത്തെ സാമൂഹിക നായകന്മാരുടെ മനസ്സിലായില്ലേ? അപ്പൊ ആ സമയത്ത് ശ്രീത്തിനല്ലേ 2 വയസ്സുണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞ വെച്ചാല് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതുകൊണ്ട് നമ്മള് ഫർദർ അല്ല, ഒരു പോസിറ്റീവ് ലൈഫ് സ്റ്റൈൽ നയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് പൊളിറ്റിക്കലി മാത്രമല്ല നമുക്ക് ചെയ്യാനുള്ളതും ഈ സെൽഫ് എസ്റ്റീമിനെ താഴ്ത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൗണ്ടർ ചെയ്യേണ്ടി വരും. പറയൂ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ? ചോദിച്ചോ. അല്ല, ഇതൊരു ആഹ്വാനം അല്ല റിബൽ ചെയ്യാനോ മറ്റേതൊക്കെ. ഇപ്പൊ ഞാൻ പറയണ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ തൊട്ടടുത്തൊരാള് വിദേശത്ത് പോയി, നമുക്കും ചിലപ്പോൾ ബെനിഫിറ്റ് കിട്ടാം. പക്ഷെ എങ്കിലും അവൻ വിദേശത്ത് പോയതുകൊണ്ട് നമ്മൾ
നമുക്കിവിടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാണ്ടായി. ഇപ്പൊ എനിക്ക് തന്നെ എന്റെ കരിയറിൽ എനിക്ക് വിദേശത്തേക്ക് വർക്ക് വിസ കിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ നാട്ടിൽ നിൽക്കുമ്പോ ഞാനൊരു ഇംപവറിഷ്ഡ്, എന്താ പറയാ, ഫെയിൽഡ് പ്രൊഫഷണലായിട്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ വിദ്യാർത്ഥിയായിരുന്നു. പിന്നെ ലാസ്റ്റ് എന്ത് പറ്റി, ഞാനൊരു കമ്മ്യൂണിറ്റിയിലൊക്കെ പോയി സംസാരിക്കാൻ തുടങ്ങി. മറ്റേ സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെട്ട് പുസ്തകമൊക്കെ എഴുതി റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയിട്ടാണ് അത് സർക്കമെന്റ് ചെയ്തത്. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ അത് ആ അന്നത്തെ സാഹചര്യത്തിന് ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഉണ്ടാവില്ല. ഞാൻ ബ്ലോഗ് എഴുതുമായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ പ്രോബ്ലം എല്ലാവർക്കും ഉണ്ട്. അത് കണ്ണടച്ച് നോക്കിയിട്ട് കാര്യമില്ല. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എവറി ഇലക്ഷൻ വരുമ്പോ ഇനിയിപ്പോ ഇപ്പൊ നോൺ BJP ഗവൺമെന്റ് വന്ന ദിവസം ഓൾ ഇന്ത്യ 2500 മുതൽ 5000 ഹിന്ദുക്കളും മരിക്കും. അതിൽ നമ്മളാവാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതിനുവേണ്ടി നമ്മള് ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടാവണം എന്നുള്ള ഇത് കിടക്കണമല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ ഈ മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും റെസ്പോൺസിബിൾ മെജോറിറ്റി ആവാൻ പറ്റില്ല. റെസ്പോൺസിബിൾ മെജോറിറ്റി വൈറ്റ് എത്നിക് റേസിന് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഇവിടെ വന്നിട്ട് സാരചണ്ടിത്തരങ്ങളും UK വന്നിട്ട് ആൾക്കാർ ചെയ്യുന്നത്. ഇവിടുത്തെ മെജോറിറ്റീനെ സൈലൻസ് ചെയ്ത് വെച്ചേക്കാം. അതിപ്പോ ശ്രീലങ്കയിലൊക്കെ അങ്ങനെ തന്നെയാ. മെജോറിറ്റി അല്ല, ഇത് ഒരു റേസ് ഇത് വരുമ്പോഴേ ഉള്ളൂ. അപ്പൊ മൾട്ടി കൾച്ചറലിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ലണ്ടൻ എല്ലാ ദിവസവും തടഞ്ഞിടും. അപ്പൊ കുറച്ചാൾ മുമ്പ് സാഹിബ്മാർ 2 കൊട്ട കൊട്ടി. മനസ്സിലായില്ലേ? നാളെ ബംഗ്ലാദേശുകാര് വന്ന് നമ്മുടെ അടുത്ത് തട്ടുമ്പോ നമ്മുടെ നാട്ടുകാർക്ക് അപ്പോഴേക്കും ഇത് ചെയ്യണേ. അപ്പൊ ഇതിനെ നമ്മളെ ചുറ്റും പൊളിറ്റീഷ്യൻസ് വിൽ ടേക്ക് കെയർ ഓഫ് അസ് എന്ന് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻസ് അവരുടെ ആ 5 കൊല്ലത്തേക്കല്ലേ ചെയ്യുള്ളൂ. ഏറിയ 10 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം. അപ്പൊ നറേറ്റീവ്സ് ചുറ്റും പല രീതിയിൽ ബിൽഡ് ആവും. അപ്പൊ അത് നമ്മളെ അറ്റാക്ക് ചെയ്യും. '90s ആസാമിലുണ്ടല്ലോ ഹിന്ദുസ് നല്ല ഇടി വാങ്ങിച്ചിട്ടുണ്ട്, ഗുജറാത്തിൽ പോലും. അപ്പൊ അവിടുത്തെ ജനങ്ങൾ നമ്മ ഈ ഒരുമിച്ച് നിൽക്കേണ്ട ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും സ്നോബറിയുടെ പേരില്? അത് ഇൻഫൈറ്റിംഗ് ആണ്. അത് രാജീവ് മൽഹോത്ര കറക്റ്റ് ആയിട്ട് പറയണ്ട. റാറ്റ്സിന്റെ ഇടയിലെ ഓട്സ് പാക്കിനെതിരാകുമ്പോ പാക്ക് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു. ഏത് റിസോഴ്സിന് വേണ്ടിയല്ല, അവരെ പ്രഷർ ചെയ്യാൻ വേണ്ടി. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഈ സോഷ്യൽ ഷിറ്റായിട്ട് നമ്മുടെ മേത്തേക്ക് പൈൽ ചെയ്യണേ. അപ്പൊ നിങ്ങൾക്ക് മിണ്ടാതെ വേണേ ഇരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻ ആയിട്ടേ ഞാൻ പറയുള്ളൂ. പക്ഷെ ഭയങ്കര സൈലൻസ് ആണ് കാണുന്നത്. അതെന്താ എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞോളൂ ശ്രീധർ. ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഡാറ്റ പോയിന്റ് ഇതിലൊരിക്കൽ അനുഭവങ്ങളില്ല. നിങ്ങൾ കണ്ണു തുറന്നു നോക്കിയിട്ട് absence of evidence is not evidence of absence. മനസ്സിലായില്ലേ? അല്ല, അതിനർത്ഥം നാളെ പോയി ഇത് ചെയ്യണമെന്നല്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോ റെസിസ്റ്റൻസ് ഇപ്പുറത്തുനിന്ന് വന്നാലേ, ഇപ്പൊ എന്റെ അടുത്ത് തന്നെ എത്ര മുസ്ലിംസും ക്രിസ്ത്യൻസും നന്ദി പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? അത് കുറച്ചുകൂടി ഒരു റെപ്രസെന്റേഷണൽ റിയാലിറ്റി കാണിച്ചു കൊടുത്തതിന്. അവർക്ക് അറിയില്ല, അവർ പറയുന്നത് നമ്മളെ ധ്വംസിക്കേണ്ടെന്ന് പലർക്കും. ഇപ്പൊ നിങ്ങളെ കളിയാക്കുന്ന പലർക്കും അവരുടെ ഇഗ്നോറൻസ് കൊണ്ടായിരിക്കും എന്നുള്ളത് അവർക്ക് അറിയാത്തതിന്റെ ഒരു പ്രശ്നമല്ലേ? അല്ലേ? അപ്പൊ തിരിച്ച് അപ്പോ ഇപ്പൊ നമുക്ക് എടുക്കുന്ന വേദന അവരെ അറിയിക്കാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ഡിവൈസസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോ ഉമ്മൻചാണ്ടിനെ 2 പറഞ്ഞാൽ മതി, മിക്ക ക്രിസ്ത്യൻസും ഒതുങ്ങോടെ. അത് കണ്ട് ആഡിങ് ഇൻസൾട്ട് ടു ദി ഇഞ്ചറി അപ്പുറത്ത് പോയി പറയാ മറ്റേ
വീർ സവർക്കറിനെ അംഗീകരിക്കാൻ. അപ്പൊ ഇവർക്ക് ഇവരുടെ മതത്തെക്കാളും കോൺഗ്രസ് ഐഡിയോളജിയായിട്ടുള്ള ബൈൻഡിങ് ആണ് ഇവരെ ഇങ്ങനെയാക്കിയത്. ഇവിടെ കിട്ടിയ അപ്പൊ അതായത് ഒരു വിഭാഗം വാള് വെച്ചിട്ട് ഇന്ത്യ ഇസ്ലാമിക രാജ്യമൊക്കെ ധരിക്കുമ്പോ മതം മാറ്റി ഇന്ത്യൻ ക്രിസ്ത്യൻ രാജ്യമാക്കാന്ന് വിചാരിച്ച കുറെ ആ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ പിന്നെ നടക്കില്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ 2000 ചർച്ചകളെല്ലാം കൂടി യൂണിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. അതിന്റെ ഫലങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ആന്ധ്രയൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിലായ. അപ്പൊ ഒരു വിഭാഗം മറ്റേ എന്താ പറയാ ഡെമോഗ്രാഫിക്സ് വെച്ച് തോപ്പിക്കുന്നു, മറ്റേ വിഭാഗം പ്രോസെറ്റലൈസേഷൻ അല്ലെങ്കിൽ മറ്റേ കൺവേർഷൻ വെച്ച് തോപ്പിക്കുന്നു. അതിന്റെ ഇടയിൽ ഇങ്ങനെ സ്ക്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ്. അപ്പൊ അവർക്കൊരു പൊളിറ്റിക്കൽ ആസ്പിറേഷൻ ആണ് ഇപ്പൊ BJP കൊടുക്കുന്നത്. പക്ഷെ അവരുടെ ഡെമോഗ്രഫി ഡ്വിൻഡിൽ ചെയ്താൽ എന്ത് ചെയ്യും? ഇപ്പൊ കേരളം തന്നെ ഹിന്ദു മെജോറിറ്റി കുറഞ്ഞ് ഹിന്ദുക്കളുടെ പ്രസക്തി കുറയും തോറും കേരളം ക്യാവോസിലോട്ടാ പോണേ. അത് പറയാനുള്ള ധൈര്യം ഇവിടുത്തെ സാമൂഹ്യ നായകർക്ക് ഹിന്ദുക്കൾക്കും ഇല്ല. അത് ചിലപ്പോ ഹിന്ദുക്കളുടെ ഗുണം കൊണ്ടായിരിക്കില്ല, ഇപ്പോ കൾച്ചറിന്റെ മാത്രമായിരിക്കണം എന്നില്ല. വിഘടിച്ച് നിൽക്കുന്ന ഒരു ഭൂരിപക്ഷം ആവശ്യമാണ് ഒരു സസ്റ്റൈനബിൾ ഡെമോക്രസിക്ക്. അത് എഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ എക്സിസ്റ്റൻസ് ഇല്ലാതിരിക്കരുത്. ഇവിടെ കിട്ടിയ അപ്പൊ അതിപ്പോ ഇന്ത്യയുടെ പോപ്പുലേഷൻ 200 crore. ഇപ്പൊ ഇനി വയസ്സന്മാരുടെ എണ്ണം കൂടുമ്പോഴൊക്കെ ഇനിയിപ്പോ വീടൊക്കെ പിടിച്ചടക്കണ പരിപാടി തുടങ്ങും. ഇനി നോക്കിക്കോ കേരളത്തില് ഇപ്പൊ നമ്മള് ചില മുസ്ലിംസ് റോഡ് റേഞ്ച് എഞ്ചിനീയർ ചെയ്യും, മറ്റേ അതിർത്തി തർക്കങ്ങൾ ഉണ്ടാക്കും. ഇതിപ്പോ വഖഫും മറ്റേതൊക്കെ വന്നപ്പോ അപ്പൊ അതിനൊരു സാമൂഹിക തലത്തിൽ ഒരു കൗണ്ടർ ഇതില്ലെങ്കിൽ പൊളിറ്റിക്കലി മാത്രം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സ്പർദ്ധ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈവൻ BJP പോലും ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ ആണ്. അതുകൊണ്ട് കാര്യമില്ല, ഒരു സോഷ്യൽ സൊല്യൂഷൻ വേണം അതിന്. സംഘടിത മതങ്ങളുടെ കടന്നുകയറ്റം സൈക്കിയെ ബാധിക്കുന്നുണ്ട്. അവര് മെജോറിറ്റി ആയി കഴിഞ്ഞാൽ അവിടെ ക്രിയേറ്റിവിറ്റി ഇല്ല. ഇവിടെ കിട്ടിയ ഇത് ഈ നേർത്ത ഇതും വെച്ചിട്ടാണ് ഈ കളിയൊക്കെ കളിക്കണേ. അപ്പൊ അതിനൊന്നും ആരും എന്താ പറയാ ഒരു സസ്റ്റൈനബിൾ ഇതില്ല. ഇനിയിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ വെസ്റ്റില് ആ മറ്റേ ലിബറലിസവും അവരുടെ ഇപ്പൊ ലെഫ്റ്റ് ലീനിങ് അല്ല, മറ്റേ ക്യാപിറ്റലിസം എക്കണോമിക്സും വേൾഡ് പ്ലണ്ടർ ചെയ്തുണ്ടാക്കിയ ഒരു സൊസൈറ്റിയാണ്. ആ റേസിന്റെ കാലം കഴിയും തോറും ക്യാമസിലോട്ട് പോകും. എനിക്ക് തോന്നുന്നില്ല ഇത്രയും ലൈബ്രറികളോ മറ്റേ കൗൺസിലുകളോ ഒക്കെ ബ്രിട്ടനിൽ 20 കൊല്ലം കഴിഞ്ഞുണ്ടാവുന്നത്. അത്രയും ഗെറ്റോസ് പ്രൊഡ്യൂസ് ചെയ്യും വേണമെങ്കിൽ. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രോബ്ലം. ടൊട്ടാലിറ്റേറിയൻ ഐഡിയോളജീസ് ഉണ്ട്. അത് രാഷ്ട്രീയ തലത്തിലാണെങ്കിലും റിലീജിയസ് തലത്തിലാണെങ്കിലും ഇത് ചെയ്യണം. അപ്പൊ ആൾക്കാർ ചോദിക്കും ബാലൻസ് കെ നായർ കളിക്കാൻ വേണ്ടി എന്താ RSSനെ അറ്റാക്ക് ചെയ്തത്? RSSനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ട് ഇവിടെ. ഞാൻ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ കൂടെ എനിക്ക് ഫെയർനെസിന്റെ ആവശ്യമില്ല. എനിക്ക് എന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയണേ. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ന്യൂയിസൻസ് അറ്റാക്ക് താങ്ങാൻ പറ്റുന്നതിന് പ്രയോറിറ്റി ഐറ്റംസ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞാലോ ശ്രീത്തെ. ഇത് ഞാൻ പറയട്ടെ. മെയിൻ പ്രശ്നം എന്ന് പറയുമ്പോൾ ബന്ധുക്കളായിട്ടുള്ള ഫൈറ്റും ഒറ്റോരുടേതായിട്ടുള്ള ഫൈറ്റ് ഫാറ്റിലല്ല, പക്ഷേ അതിങ്ങനെ നീറിക്കൊണ്ടിരിക്കും. ആരെങ്കിലും ഒരാൾ മൊമെന്റം റേസ് ചെയ്താൽ ഫാറ്റിലാവാനും ചാൻസ് ഉണ്ട്. അപ്പൊ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? അപ്പൊ ഇവര് പറഞ്ഞ വെച്ചാല് നിനക്ക് ശവം എടുക്കാൻ നേരത്തെ ഞാനേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനത്തെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട് കുറെ. അപ്പോ നമുക്ക് പൈസ മാത്രം പോരല്ലോ, ശ്രമദാനത്തിന് ശ്രമദാനം വേണ്ടേ? അപ്പൊ ആ ഒരു ഡിസ്കഷന് അതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ എവിടെ പോയിപ്പോ നമ്മളിപ്പോ കൺസൾട്ടിങ്ങിന് ക്ലയന്റിന്റെ പ്ലേസിൽ പോകുന്നു, അവന്റെ കയ്യിലാണ് നോളജ് ഇരിക്കണേ, അവന്റെ കയ്യിലാണ് പ്രൊജക്ട് ഇരിക്കണേ, അവന്റെ കയ്യിലാണ് പൈസ ഇരിക്കണേ. നമ്മൾ അവിടെ പോയിട്ട് ഒരു ഫെയർ ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ നമ്മൾ അതുമാതിരി ഫൈറ്റ് ചെയ്യണം.
പവർ ഇൻഫർമേഷൻ അസിമെട്രിയും പിന്നെ പെർസെപ്ഷൻ അസിമെട്രി എന്ന് പറയും. അതായത് നമ്മുടെ കൂടെ ഇരിക്കുന്ന അവനാ സ്മാർട്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റുക? അപ്പൊ അവൻ പറഞ്ഞ വർക്ക് എടുത്തുകൊണ്ട് തന്നെ. അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? അപ്പൊ അല്ല, അതിന് നിങ്ങൾ യൂണിവേഴ്സൽ എക്സ്പെർട്ടൈസ് വേണം. അവനൊക്കെ സ്മാർട്ട് ആയിരിക്കണം. നിങ്ങൾ ടൂറിംഗ് മെഷീനും ലാംഡ കാൽക്കുലസും ടൈപ്പ് തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആയിരിക്കും. അപ്പൊ അവന്റെ ഓണ്ടോളജി മെയിൻ ആയിട്ട് എന്താണ്? ഈ ഒരു വെസ്റ്റേണറിന്റെ അടുത്തില്ലേ, ഒരു വെസ്റ്റേണറിന്റെ സൈക്കിൾ എടുക്കുക, അത്യാവശ്യമുള്ള. അവനെ ചലഞ്ച് ചെയ്യുന്നതിനോട് ഇഷ്ടം, അപ്പീസ് ചെയ്യുന്നതിനോടല്ല. മനസ്സിലായ? അത് എത്ര പേർക്ക് അറിയാം? ഇനി വേണ്ടല്ലോ. എന്നെ അപ്പീസ് ചെയ്യണമെന്ന് കാണുമെങ്കിൽ പേടിയാ. അത് ചലഞ്ച് ചെയ്യണവനോട് ഇഷ്ടമാണ്. കാരണം നമുക്ക് ഹീസ് ഗിവിംഗ് എ ഫെയർ ചാൻസ് ടു ഗീവ് അവർ ഒപ്പീനിയൻ. ഇപ്പൊ ചലഞ്ച് ചെയ്യാതെ അയാൾ മാറി നിന്ന് അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഒരു പുള്ളിയുണ്ട്, ഷാൽവിന്റെ ഒരു ഫ്രണ്ടാ. പുള്ളി ഇൻഡയറക്ട്ലി എന്നെ അറ്റാക്ക് ചെയ്ത് 2-3 പ്രാവശ്യം. ഞാൻ അവനെ അറ്റാക്ക് തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ട് അവൻ ഇന്ന് വരെ അവൻ എന്റെ രക്ഷപ്പെടും. അവൻ ഒരു ഭയങ്കര സ്മാർട്ട് ഗൈ ആണ്. മനസ്സിലായ? അങ്ങനെയുള്ളവന്മാരെന്ത് ചെയ്യും? അവർ ഡയറക്ട്ലി അറ്റാക്ക് ചെയ്യില്ല, ഇൻഡയറക്ട്ലി അറ്റാക്ക് ചെയ്യും. എപ്പോഴും നിങ്ങളുടെ കൈയുടെ അപ്പുറത്തായിരിക്കും. നേരിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുരിച്ചിർത്തി ഇടിക്കാന്നല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ല. മനസ്സിലായില്ലേ? പക്ഷെ വേണോ വേണ്ടേ എന്നുള്ളത്. അത്രയും ഡേഞ്ചർ പോയിട്ടില്ലെങ്കിൽ വേണ്ട. ഇവിടെ കിട്ടിയോ? അപ്പൊ ഇവൻ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെ ആരാധനാ കഥാപാത്രം അറിയാമോ ശ്രീത്തിന്? ഞാൻ ഒരു ക്ലൂ വരാം. കേമകിന്റെ ഒരു മീറ്റിങ്ങിന് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരെ ഫ്ലൈറ്റ് പിടിക്കുന്ന ഒരാളെ എന്ത് പറയും? ഹിപ്പോക്രസിയും അവനെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായ? ശരത്തിന് ഇപ്പൊ ആളാരാന്ന് മനസ്സിലായി? അപ്പൊ അവര് ഇപ്പൊ പറഞ്ഞിട്ട് അവര് കാലാകാലങ്ങളില് ഇത് ചെയ്ത് ഇപ്പൊ ഈ പുതിയ അനിമീസിനെ നമുക്ക് കൊണ്ടുവന്ന് തരും. നിങ്ങൾക്ക് മനസ്സിലായ? അല്ല, അപ്പൊ അവൻ സീരിയസ് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ റെപ്യൂട്ടേഷന്? അവൻ ഭയങ്കര ബുദ്ധിമാനാന്ന്. അവനെ പഠിച്ച പണി ചെയ്യാൻ നോക്കി, കിട്ടിയില്ല കയ്യില്. മിക്കതൊക്കെ അതായത് ഞാൻ 4 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ പണി കൊടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. പോസിറ്റീവ് പണി കൊടുക്കാന്നാണ് അതിനെ വിളിക്കുന്നത്. അതായത് ഇപ്പൊ എനിക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് മറ്റേ വലിയ പൊസിഷൻ കിട്ടാത്ത എന്നൊരുത്തിന്റെ ഹൈപ്പോത്തസിസ്. ലാസ്റ്റ് എന്ത് ചെയ്ത് ഞാൻ അവനെ എൻകറേജ് ചെയ്ത് അവനെ ആ പൊസിഷനിൽ എത്തിച്ച്. അപ്പോഴാണ് അവന് അതിന്റെ വേദന മനസ്സിലായത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇനിയിപ്പോ അവന് അവിടെ നിന്ന് ഇറങ്ങാനും വയ്യ. ഗിവിംഗ് ദ ടേസ്റ്റ് ഓഫ് അൺസോൺ മെഡിസിൻ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇതുണ്ട്. ഗെറ്റിംഗ് ദ ടേസ്റ്റും ഉണ്ട്. നമ്മള് അപ്പൊ അവന്റെ മെഡിസിന് തന്നെ അവന് ഇത് കൊടുത്ത്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര അപ്പൊ യു വിൽ കണ്ടിന്യൂ ക്രിയേറ്റിംഗ് ഡാമേജസ് ഫോർ യു. നിങ്ങൾക്ക് അവനെ കിട്ടിയില്ല കയ്യില്. അവനൊരു ആവശ്യമില്ല. അത് അവനെ ഇവര് പിരിയറ്റിനുണ്ടാവണമെന്ന്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ വന്നൊരു പുള്ളി എന്നെ കുറച്ച് തെറി പറഞ്ഞു. അപ്പൊ തെറി പറഞ്ഞപ്പോ ഹീറോ ആയിന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വന്നപ്പോ അപ്പോഴും അവനാണ് ആമ്പളാന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? അതായത് പാളയത്തിൽ പട എഞ്ചിനീയർ ചെയ്യാന്ന് കേട്ടിട്ടുണ്ടോ ശ്രീത്തെ? അല്ല, ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റഡാറ്റയില് ഒരു പുള്ളിയെ ഞാനായിട്ട് ഉടക്കിപ്പോയി. അപ്പൊ അവന്റെ കസിൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവനെ ഞാൻ താലോലിച്ച് വളർത്തി. കാരണം അവൻ ഓരോ ദിവസം ഈ കമ്പനിയിൽ നിൽക്കുന്നതോറും മറ്റവനാണ് പ്രശ്നം. നിങ്ങൾക്ക് മനസ്സിലായി? പാളയത്തിൽ പടം തിരിച്ചു എഞ്ചിനീയർ ചെയ്യാൻ അറിയാം.
അതായത് ഇപ്പൊ എനിക്ക് നല്ല കാശ് ഉണ്ടെന്ന് വെച്ചാൽ ശ്രീജിത്തിനെ ഒന്ന് ഹ്യൂമിലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രീജിത്തിന്റെ അടുത്ത കസിനെ പിടിച്ച് ഞാൻ അപ്പോയിന്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു 2x സാലറി കൊടുത്തിട്ട് എല്ലായിടത്തും അഡ്വർടൈസ് ചെയ്യിച്ചാലോ? ഏ ആ. ഏ ശ്രീജിത്ത് വെട്ടാ ആ. കസിനെ എതിർക്കാനും പറ്റില്ല. ഏ അപ്പൊ ഈ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വരും. അപ്പൊ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട്, പുള്ളിക്ക് എപ്പോഴും പുള്ളി അടുത്ത ആളെ കണ്ടുപിടിക്കുകയാണ് പുള്ളി. അടുത്ത എന്നെ അടിക്കാൻ പറ്റുന്ന ആളെ കണ്ടുപിടിക്കില്ല പുള്ളിയുടെ പണി. അപ്പൊ ഞാൻ അങ്ങനെ കുറെ ആൾക്കാർ വരും, അവർ എന്റെ സുഹൃത്തുക്കളാവും. അപ്പൊ ഞാൻ അവർക്കൊക്കെ ഒരു പേരിട്ട് മാൻ വിത്ത് ദ ഗോൾഡൻ പെനിസ്. അപ്പൊ ഈ മാൻ വിത്ത് ദ ഗോൾഡൻ പെനിസ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ശ്രീജിത്ത് മൊബൈലില് ഭയങ്കര കിടലാന്ന് എനിക്ക് തോന്നി. എന്ത് ചെയ്തിട്ട് അടുക്കണില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എവിടെന്നെങ്കിലും മൊബൈലില് നിങ്ങളെ അടിക്കാൻ പറ്റിയ ഒരാളെ തേടി എന്നിട്ട് ഞാൻ മുമ്പ് കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ പിടിച്ച് റെഡി അടിക്കും. അപ്പൊ അടുത്ത ആളെ കൊണ്ടുവരും. അപ്പൊ കുറച്ച് കഴിയുമ്പോ നിങ്ങൾക്ക് തന്നെ വട്ടാവില്ല അടിച്ചടിച്ച്. മനസ്സിലായോ? അപ്പൊ ഈ അതിപ്പോ ഈ വരത്തന്മാരെ വിളിച്ചുകൊണ്ട് വരാണ്ടല്ലോ ഒരു ലൊക്കാലിറ്റിയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്പർ 1 ഉണ്ട്, നമ്പർ 2 ഉണ്ട്. നമ്പർ 2 പതുക്കെ പുറത്തുനിന്ന് ആളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്പർ 1 അടിക്കാൻ നോക്കും. ആ പരിപാടി റെഡിയാ. അപ്പൊ ഇങ്ങനത്തെ അതാണ് മാൻ വിത്ത് ദ ഗോൾഡൻ പെനിസ് എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്നിട്ട് ഞാൻ ബ്ലോഗ് എഴുതാൻ പോയതാ. പിന്നെ എനിക്ക് വീട്ടിലടക്കാൻ പറ്റൂല, കാരണം ഞാൻ ഒരു ഗോൾഡൻ പെനിസിന്റെ പടം കണ്ടുപിടിച്ച്. ശ്രീജിത്തിന് കിട്ടിയിട്ടുണ്ടോ ഗോൾഡൻ പെനിസ് അറ്റാക്ക്? ഓർമ്മയിലില്ല. മറ്റേ ശരത്തിന് കിട്ടിയിട്ടുണ്ടോ ചെറുതെ? ഉണ്ട്. ഗോൾഡൻ പെനിസസ് അറ്റാക്ക് കിട്ടിയേക്കണെന്ന്. പൊസിഷൻ അതായത് ഇങ്ങനെ അല്ല, ആൾക്കാരിങ്ങനെ പല ആൾക്കാരെ നമുക്ക് അതായത് പ്രത്യേക രീതിയിൽ പൊസിഷൻ ചെയ്യും കൊണ്ടുവന്നിട്ട്. ശ്രീജിത്തിനകത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ വെറുതെ ആണല്ലോ. അങ്ങനെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവണോ? നമ്മളും കൊടുക്കും ഇടയ്ക്ക്. ഇല്ലേ? ലാലിന് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ? അങ്ങനത്തെ അറ്റാക്ക് കിട്ടിയിട്ടുണ്ടോ? എനിക്കങ്ങനെ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ഇനിയപ്പോ ലാലിനെ ആരും ഒരു ചലഞ്ചായി കാണുന്നില്ല. അതാ ഞാൻ സൈഡിൽ കൂടി ഇങ്ങനെ അല്ല. പക്ഷെ ലാലെ അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലിന് കിട്ടാവുന്ന പല ഗുഡീസും പോകുന്ന കയ്യിൽ നിന്ന് ഇവിടെ കിട്ടിയ. അല്ല, ഈ സാറേ അവിടെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അതായത് ഈ പൊട്ടൻഷ്യൽ ഗോൾഡൻ പെനിസുകളെ നമ്മള് ടിറ്റ് ഫോർ ടാറ്റ് എടുക്കണോ അതോ ഈഗർലി എലിമിനേറ്റ് ചെയ്യാൻ നോക്കണോ? ടിറ്റ് ഫോർ ടാറ്റ് ആണ് ഞാൻ കണ്ട സ്ട്രാറ്റജി. കാരണം ഈഗർലി എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് മനസ്സിലായി. പക്ഷെ എലിമിനേറ്റ് അല്ല, ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവന്റെ നിന്ന് പഠിക്കാനുള്ള അവസരം പോകും. അതൊരു കമ്പനി ലൊക്കേഷനിൽ ഏർലി ന്യൂട്രലൈസേഷൻ ആണ് നല്ലത്. പക്ഷെ ലൈഫിൽ കമ്പനിയിലാണ്, എനിക്ക് മോസ്റ്റ്ലി കമ്പനിയിലാണ്. ആ കമ്പനിയിലാണെങ്കിൽ അപ്പൊ ഈ അല്ല, ഞാൻ ഏർലി ന്യൂട്രലൈസേഷൻ ആണ് ചെയ്തേക്കുന്നത്. ഏർലി ന്യൂട്രലൈസേഷൻ തന്നെ നല്ലത്. അല്ലെങ്കിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം. ശരത്, ശ്രീത്തെ ചോദ്യം മനസ്സിലായ ശരത്തിന്റെ? എനിക്ക് ഏകദേശം ഊഹിക്കാം. അതായത് പൊട്ടൻഷ്യൽ പ്രിഫർ ചെയ്യണേ ടിറ്റ് ഫോർ ടാറ്റ് ആണോ? ഞാൻ ഏർലി ന്യൂട്രലൈസേഷൻ. അല്ല, അതാണ് സ്റ്റേബിൾ സ്ട്രാറ്റജി. അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തകർക്കാന്ന് മാത്രമേ ചിലപ്പോ നമ്മൾ ഫ്രണ്ട്സും ആവും. അത് വേറെ കാര്യം. അല്ല, തകർക്കാൻ കൊളാബറേറ്റീവ് ഇതാവും. ശരത് എന്താ പറയാ? അല്ല, അതല്ല. അപ്പൊ നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റ് ഔട്ട്സൈഡ് ദ റെൽം ആണ് ഏറ്റവും ബെസ്റ്റ്. അത് അയാളെ ഫ്രണ്ട് ആക്കുക എന്നുള്ളതാണ് കറക്റ്റ്. അങ്ങനെയാണ് ഫ്രണ്ട്സ് ഉണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പറഞ്ഞതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ബുക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഹൗ ടു വർക്ക് വിത്ത് ദ എനിമിയോ. നമ്മുടെ ഗ്രൂപ്പിൽ വന്നില്ലേ?
ഏ ഹൗ ടു കൊളാബറേറ്റ് വിത്ത് യുവർ ആ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ എല്ലാ സാധനവും ഒന്നും ശ്രീത്തിന് പിടിക്കണമെന്നില്ല, അതേമാതിരി തിരിച്ചു. പക്ഷേ ദാറ്റ് ഡസൻ പ്രിവെന്റ് us ഫ്രം കൊളാബറേറ്റിംഗ് വെൽ അല്ലെ? അതായത് നമുക്ക് ഒരു ഷെയർഡ് എക്കണോമിക് ഗോൾ ഇല്ലേ, പിള്ളേരെ വളർത്തണം. ഇപ്പൊ മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് ലൈഫ് എന്നുള്ള പ്രതിഭാസം, വി ആർ ഓൾറെഡി ബോൺ ഇൻ ടു ആൻ ഇന്റർപ്രറ്റഡ് വേൾഡ്. അതായത് നമ്മൾ ജനിക്കണേക്ക് മുമ്പ് തന്നെ വേൾഡിന്റെ ഇന്റർപ്രിട്ടേഷനും സമവായങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആ വിത്തിൻ ദാറ്റ് ഇതിന്റെ ഉള്ളിൽ നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോ ചിലപ്പോ എന്താ പറയാ, ഇപ്പൊ ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർത്താൽ പോലും ഒരു ജിഹാദിയായിട്ട് എനിക്ക് അയാൾ ജിഹാദി മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ പോലും ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് നല്ലത്. ചിലപ്പോ വിൻ വിൻ ആയിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ, അതായത് അറ്റ്ലീസ്റ്റ് അയാളുടെ ഉദ്ദേശം അയാളുടെ മക്കളെ വളർത്താണ്, എന്നെ വളർത്താന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലെവലിലോട്ട് പോകാൻ പറ്റണം. പിന്നെ എപ്പോഴാണ് ആൾക്കാർ ഡിഫെക്ട് ചെയ്യണേ അതൊക്കെ നമ്മൾ ഇത് ചെയ്യാനുണ്ട്. കാരണം ഈ മെയിൻ പ്രശ്നം എന്താ അറിയാമോ, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധത്തെക്കാളും വെൽ ബിഹേവ്ഡ് ആയിരിക്കും നമ്മുടെ ഏറ്റവും കടുത്ത ശത്രു. യെസ് ഓർ നോ? അല്ലെ? ഏറ്റവും അടുത്ത ബന്ധുക്കളെക്കാളും വെൽ ബിഹേവ്ഡ് ആയിരിക്കും. വെൽ ബിഹേവ്ഡ് ആയിരിക്കും, നീതിമാനായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. അതിലെനിക്ക് അല്ലാത്തതുകൊണ്ട് നമ്മൾ ശത്രുത പിക്ക് ചെയ്യോ? ഞാൻ അത് വേറെ രീതി ചോദിക്കട്ടെ, വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ശത്രുക്കളാണ് നിങ്ങൾക്ക് ഉണ്ടാക്കണെന്ന് പറഞ്ഞാലോ? അല്ല, പക്ഷേ അങ്ങനെയല്ല. ഇപ്പൊ കൂടുതൽ നാക്കനുസരിച്ച് കൂടുതൽ ശത്രുക്കൾ ഉണ്ടാക്കാൻ ഞാൻ സാർക്കാം. ഞാനല്ലേ വെറൈറ്റി ശത്രുക്കൾ ഉണ്ടാക്കാം ഇല്ലേ? അപ്പോ പലപ്പോഴും അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോ എന്ത് ചെയ്യും, അപ്പൊ നമ്മുടെ ഈ ബന്ധത്തിലുള്ള ആൾക്കാരെക്കാളും നമുക്ക് അവരോട് ചായ്വ് തോന്നാൻ ചാൻസ് ഉണ്ട്. എവിടെ അവർ എനിമി. മനസ്സിലായോ? അതെ, ഒരു ഈ പറഞ്ഞ ഓഫീസ് സെറ്റപ്പിലോ അല്ലെങ്കിൽ അങ്ങനെ ഇന്റലക്ച്വൽ സ്പേസിൽ ഉള്ള ശത്രു ആണെങ്കിൽ അതെ. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഒരു നാടൻ മലയാളിയെക്കാളും ഈ മലയാളികളോട് പുച്ഛമുള്ള ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ പോകാൻ ആഗ്രഹിക്കുന്ന അവൻ പലപ്പോഴും നീതിമാനാണ്. പക്ഷേ ഞാൻ അലവലാതി, അതായത് ഈ സായിപ്പിനെയൊക്കെ കുനിഞ്ഞു നിൽക്കണവനാണെന്നും ഒക്കെ നമ്മൾ അധിക്ഷേപിക്കുന്നവന്റെ നീതി നിങ്ങളുടെ കൂടെയുള്ള നാടനില്ലാന്ന്, ബിക്കോസ് ഓഫ് അവന്റെ വിവരക്കുറവ്. നിങ്ങൾക്ക് മനസ്സിലായ? അതായത് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയില് ഏറ്റവും തല്ലിപ്പൊളിയാണെന്ന് കേരളം പറഞ്ഞ ക്ലബ് ഹൗസിലും മറ്റേ എന്റെ ഫ്ലോറിലും അടിയുണ്ടാക്കിയവനാണ്. ഉള്ളതിൽ നന്നായി ഡെലിവറി ചെയ്തതും ഒരുവിധം നന്നായി ഡെലിവറി ചെയ്യും. അവൻ പിൽക്കാലത്ത് എന്റെ സ്റ്റാഫിലുള്ള പലരെയും അവൻ അടുത്ത കമ്പനിയിൽ പ്ലേസ് ചെയ്തെന്ന്. ബൈ റെക്കമെൻഡിങ് ദം, നോട്ട് റെഫറിങ് ദം. അപ്പോ ഈ അവന്റെ ഒരാളുടെ പൊളിറ്റിക്കൽ കംഫർട്ടിനനുസരിച്ച് നിന്ന് കൊടുത്തവനേക്കാളും നീതിമാനായിരുന്നു അവനായിട്ട് അടിയുണ്ടാക്കിയവൻ. അയാൾക്ക് ഇത്തിരി സ്വാർത്ഥതയുടെ എലമെന്റ് ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായ? പക്ഷെ അത് ബിഗർ ലെവലില് അയാളുടെ ഒപ്പം ഇവരെ അലയൻ ചെയ്യാത്തതിലുള്ള ഫ്രസ്ട്രേഷൻ ആയിരുന്നു. അപ്പൊ ഇത് ഞാൻ തുറന്നു പറയാറില്ല, കാരണം തുറന്നു പറഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ പിന്നെ ചലോ ബാംഗ്ലൂർ അങ്ങനത്തെ ആഹ്വാനം വരും. മനസ്സിലായ? എനിക്ക് അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആകെ വട്ടാവും, നമുക്ക് കോൺഷ്യൻസ് ഇഷ്യൂ ഒക്കെ വരും. ഞാൻ അവനെ കൊന്നില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലുന്ന സിറ്റുവേഷൻ ഒക്കെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പുറത്തിരിക്കുന്ന നീതിമാനായിരിക്കും, ചിലപ്പോ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണത് അനീതിയുടെ കൊടുമുടിയിലായിരിക്കും, ഒക്കെയുള്ള ആൾക്കാരായിരിക്കും. ലാല പറയുന്നത് മനസ്സിലായി എന്താന്ന്? അതായത് അങ്ങനെ സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും? എളുപ്പമല്ല അത്. കാരണം നിങ്ങൾക്കൊരു മോറൽ അതോറിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്കാർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അങ്ങനെയാണ്. മനസ്സിലായില്ലേ? എനിക്കൊരു ഫൈറ്റ് ഒരാളായിട്ട് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നിലും എന്റെ ബേസിക് സർവൈവലിനെ തടയുന്നതോ അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റില് എന്റെ അഭിപ്രായത്തിന് ഒരു യൂട്ടിലിറ്റേറിയൻ സുപ്പീരിയോറിറ്റി ഉണ്ടെങ്കിലേ ഞാൻ ഫൈറ്റ് ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിലായില്ല.
ഏതാ? യൂട്ടിലിറ്റേറിയൻ അതായത് സുപ്പീരിയോറിറ്റി. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, 10 കിലോ പൊക്കുന്ന സ്ഥലത്ത് 12 കിലോ പൊക്കുന്ന ഒരുത്തനുണ്ട്, നമുക്ക് 14 കിലോ പൊക്കാൻ അറിയാമെന്ന് ഞാൻ അധികം ഉണ്ടാറില്ല. 10 കിലോ പൊക്കുന്ന ആൾക്കാരുടെ 12 കിലോ പൊക്കണം, എന്റെ 13ന്റെ ഐഡിയ ഉണ്ടെങ്കിൽ അവിടെ യൂട്ടിലിറ്റേറിയൻ സുപ്പീരിയോറിറ്റി ഉണ്ട് അവിടെ. അപ്പൊ ഞാൻ എൻഫോഴ്സ് ചെയ്യും. അപ്പൊ ഒരു ബിസിനസ് കണ്ടിന്യൂറ്റി പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റ്, അപ്പൊ ഇടയ്ക്ക് നമ്മുടെ ആ പ്രശ്നമുണ്ട്, മനസ്സിലായില്ലേ? സി പലപ്പോഴും അടുത്ത സുഹൃത്തുക്കൾ പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളെ ചതിക്കാറുണ്ട്. ഇവിടെ കിട്ടിയ നമ്മൾ പോലും അറിയണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? അപ്പൊ അപ്പൊ ആ എനിമിയായിട്ട് കൂട്ടുകൂടുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. സി അപ്പൊ ഈ പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി കൊല്ലണവരെ എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, നമ്മളെ കൊല്ലുന്നവരെ അവരുടെ ഇപ്പൊ ഒരാൾ പറയാണ്, ഒരാൾ എന്റെ ഇൻഫർമേഷൻ, എനിക്ക് നോളജ് ഇല്ല, എനിക്ക് ഇൻഫർമേഷൻ ഉള്ളൂ എന്നാ പറയണേ ശ്രീത്തെ. പിന്നെ ഞാൻ അവന്റെ സകല നോളജും ഞാൻ ഇൻഫർമേഷൻ ആയിട്ട് അങ്ങോട്ട് അക്യൂസ് ചെയ്ത്, അതോടെ അവന്റെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി പോയിന്ന്. ഇവിടെ കിട്ടിയ അപ്പൊ എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? അപ്പൊ അടുത്ത എന്താണ് ഈ ചർച്ചയ്ക്ക് ഒരു അതല്ല, ഇതിങ്ങനെ ഇതാലോചിച്ച് നോക്ക് കേട്ടോ. ഈ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന, നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഫൈറ്റ് ചെയ്യണേ അവനേക്കാൾ നീതിമാനായിരിക്കും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആള്. അതൊരു അല്ല, അതുകൊണ്ടാണല്ലോ അവൻ ഫൈറ്റ് പിക്ക് ചെയ്ത് അവൻ അപ്പുറത്തെ നേതാവായത്. അല്ലെങ്കിൽ പിന്നെ നമ്മളെ ആവശ്യമില്ലാത്ത തരത്തിന് പിറ്റ് ചെയ്തെന്നാവും. കട്ടായി പോയാ? ആരും മിണ്ടല്ലോ. ഹലോ, കേക്കണ്ടോ ഞാൻ പറഞ്ഞത്? ഒരു കോളിലാണ്, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. ശ്രീധുണ്ട് അവിടെ? അപ്പൊ അല്ല, ഇനിയിപ്പോ ചിലപ്പോ ഇനി ഇങ്ങനത്തെ നോക്കൂ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പോ ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനി ഞാൻ ആൾക്കാരെ ഒലിച്ചുകൊണ്ട് വന്ന്, പക്ഷേ ഞാൻ എന്ത് കാരണമാണോ പറഞ്ഞേ, അതൊരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ആയിരുന്നു അത്, മനസ്സിലായില്ലേ? കാരണം ട്രൂത്ത് കുറച്ചും കൂടി ഫർദർ ഫ്രം ദാറ്റ് ആയിരുന്നു. പക്ഷെ അതാരും മനസ്സിലാക്കില്ല. അതാണ് കാര്യം. അപ്പൊ ശ്രീധന് ഇങ്ങനത്തെ വാർ സ്റ്റോറീസ് എന്തെങ്കിലും ഉണ്ടോ? അതായത് കോൺഫ്ലിക്റ്റ്, ഇങ്ങോട്ട് പണി കിട്ടിയിട്ട് അങ്ങോട്ട്, ഇപ്പൊ അയൽവക്കത്തായിട്ടൊക്കെ ആരെങ്കിലും ആയിട്ട് ഉണ്ടാവില്ലേ? ഞാൻ ഡയറക്ട്ലി മിക്കവാറും ഓടി മാറിയിട്ടേ ഉള്ളൂ പ്രസിഡന്റിന്റെ ഓർമ്മയിൽ. ഒന്നോ രണ്ടോ തവണ ഇല്ല, എന്നാലും ഓടി മാറി. അങ്ങനെ ഒരു ബാറ്റിൽ ഇല്ലാതെ, പക്ഷേ ഭാഗ്യം പൊളിറ്റിക്കൽ ബാറ്റിൽ അല്ല. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച വരെ പോയി കഴിഞ്ഞാൽ ഞാൻ അതിന് ഒന്നല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ വേറെ. അങ്ങനെയല്ല, അതിപ്പോ നമുക്ക് ഇറങ്ങി സ്റ്റേക്ക് ഹൈ ആണെങ്കിലോ അവനും ഇറങ്ങിപ്പോകാൻ പറ്റില്ല, നമുക്കും ഇറങ്ങിപ്പോകാൻ പറ്റില്ല. യുദ്ധം അവസാനിപ്പിക്കണം. എന്ത് ചെയ്യും? എന്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഞാൻ മാറിയേക്കുന്നത് ചെയ്തതാണ്. എനിക്ക് എന്നെ കൊണ്ട് പറ്റൂല. അപ്പൊ നമുക്ക് ചേർത്തെ റെക്കോർഡിംഗ് ക്ലോസ് ചെയ്യാം.
ക്ലോസ് ചെയ്യുന്നില്ല അല്ലെ?